നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ ഒരു നല്ല ദിവസം എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കുകയാണ്. ഇന്ന് ഒരുപാട് വാർത്തകൾ രാവിലെ തന്നെ വാർത്തകൾ പ്രേക്ഷകർക്കായി ഉണ്ട്. അതിൽ പ്രധാനം തിരൂരിലെ ഒരു സംഭവമാണ്. തിരൂർ പുതിയങ്ങാടിയിൽ ആന ഇടഞ്ഞു, ഒരാളെ ചുഴറ്റി എറിഞ്ഞു, ആളുടെ നില ഗുരുതരമാണ് എന്നുള്ള വിവരമുണ്ട്. അപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ വലിയ വാർത്തയായി കൊടുക്കുന്നതാണ് ബോബി ചെമ്മണ്ണൂരും ഒപ്പം ഹണി റോസുമായുള്ള തർക്കം. ഏറ്റവും ഒടുവിൽ ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറഞ്ഞു തന്നെ പരാതി പോലീസിൽ നൽകിക്കഴിഞ്ഞു. ഇതിൽ നിയമ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഒരു വ്യക്തത വരുന്നത്. ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാനുമുള്ള സാഹചര്യമൊക്കെ ഒരുങ്ങി വരികയാണ്. കാരണം ഗൗരവതരമായ ഒരു പരാതിയാണ്. ഇതിലടക്കം നിരവധി വാർത്തകളുണ്ട്. നമുക്ക് ആദ്യം തലക്കെട്ടുകളിലേക്ക് പോകാം. തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞു, ഒരാളെ തുമ്പിക്കൈയിൽ ചുഴറ്റിയെറിഞ്ഞു. സംഭവം ഇന്നലെ രാത്രി 12:30-ഓടെ. ഭയന്നോടിയ 27 പേർക്ക് പരിക്ക്. അക്രമം കാട്ടിയത് പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആന. ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യും. കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. തെറ്റായ ഉദ്ദേശത്തോടെ പെരുമാറിയിട്ടില്ലെന്ന് ബോച്ചയുടെ വിശദീകരണം. ഹണി റോസിന്റെ പോസ്റ്റിന് താഴെ അശ്ലീല കമന്റ് ഇട്ട കൂടുതൽ പേർക്കെതിരെയും നടപടി. ടി വി അൻവറിനെ കൂടെ കൂട്ടാൻ UDF ആലോചിക്കുമ്പോൾ മുഖം തിരിച്ച് മലപ്പുറത്തെ കോൺഗ്രസുകാർ. ലീഗ് മുൻകൈയെടുത്ത് അൻവറിനെ കൊണ്ടുവന്നാൽ ലീഗ് തന്നെ സീറ്റും കൊടുക്കട്ടെ എന്ന് വാദം. UDF നേതാക്കളെ കാണാൻ അൻവർ ഇന്ന് തിരുവനന്തപുരത്ത്. സംസ്ഥാനങ്ങളുടെ അധികാരം എടുത്തുകളയുന്ന UGC നിയമ ഭേദഗതിക്കെതിരെ കേരളം. പ്രതിഷേധം കേന്ദ്രത്തെയും UGCയെയും അറിയിക്കും. വ്യവസ്ഥകളിൽ മാറ്റം ആവശ്യപ്പെട്ട് കത്തയക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു ന്യൂസ് 18നോട്. ISRO തലപ്പത്ത് മലയാളി തിളക്കം തുടരുന്നു. ഡോക്ടർ S സോമനാഥിന് പിൻഗാമിയായി ഡോക്ടർ V നാരായണൻ ISRO ചെയർമാൻ. ഡോക്ടർ നാരായണൻ നിലവിൽ വലിയമല LPSC ഡയറക്ടർ. വലിയ ബഹുമതിയാണെന്നും രാജ്യത്തോട് നന്ദിയെന്നും നാരായണൻ. DCC ട്രഷറർ വിജയന്റെ ആത്മഹത്യ പരിശോധിക്കാൻ KPCC സമിതി ഇന്ന് വയനാട്ടിൽ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതി വിജയന്റെ കുടുംബത്തെ കാണും. കുടുംബാംഗങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കും. വിജിലൻസ് സംഘം IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനം. കിരീടത്തിനായി തൃശൂരും കണ്ണൂരും പാലക്കാടും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം. സമാപന ചടങ്ങിൽ ടൊവിനോ തോമസും ആസിഫ് അലിയും പങ്കെടുക്കും. വടക്കാഞ്ചേരിയിൽ വാഹനാപകടത്തിൽ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് മുള്ളൂർക്കര സ്വദേശി നൂറ ഫാത്തിമ. അപകടം KSRTC ബസും പെട്ടി ഓട്ടോയും കൂട്ടിയിടിച്ച്. കുട്ടിയുടെ പിതാവും മാതാവും പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. ഡൽഹി തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ 3 മുന്നണികളും പ്രചാരണ രംഗത്ത് സജീവം. എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. BJP പ്രഖ്യാപിച്ചത് ആദ്യഘട്ട പട്ടിക മാത്രം. നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കൊന്ന് പോകണം. അതിൽ നടി ഹണി റോസിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകണം. അവിടെ ബോബി ചെമ്മണ്ണൂരിനെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്തേക്കും. കാരണം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല കമന്റുകളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ പേരെടുത്ത് പറഞ്ഞു തന്നെ ഹണി റോസ് പരാതിയുമായി മുന്നോട്ട് പോയത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടി ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അവർ അത് കൃത്യമായി പറയുന്നുമുണ്ട്. ഒരു വ്യക്തി തന്നെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു. അത് സമൂഹ മാധ്യമങ്ങളിൽ തനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇപ്പോൾ പേരെടുത്ത് തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ഹണി റോസ്. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഇതിപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ്. പൊതു ഇടത്ത് മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില പരാതികളിൽ ചില കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നടി ഈ വിഷയത്തിൽ
നിയമപരമായ നടപടിയിൽ തന്നെയാണ്. നേരത്തെയും 10-27 പേർക്കെതിരെ കേസെടുത്ത പശ്ചാത്തലമുണ്ട്. ഇതിപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ വിശദീകരണമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ അല്പം കൂടി ഗൗരവതരമാണ്. ബോബി ചെമ്മണ്ണൂർ കുടുങ്ങും അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, ഇന്നലെയാണ് ഹണി റോസ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ബോബി ചെമ്മണ്ണൂരിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ഒരു പരാതി നൽകിയെന്ന വിവരം അറിയിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ പോലീസുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ ഹണി റോസ് പരാതി നൽകി അവരുടെ വിശദമായ മൊഴിയെടുക്കും, ഇന്ന് തന്നെ മൊഴിയെടുക്കുമെന്ന് കൂടി അറിയുന്നുണ്ട്. ഒപ്പം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. കാരണം അത്രയും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ്, ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി തന്നെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. BNSലെ 75(4) വകുപ്പും IT ആക്ടിലെ 67-ാം വകുപ്പും ചുമത്തിയാണ് ഇപ്പോൾ സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഹണി റോസിന്റെ ആദ്യത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ ഒരു പ്രമുഖ വ്യക്തിയെ കുറിച്ച് മാത്രമായിരുന്നു, പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തന്നോട് വളരെ മോശമായി പെരുമാറി ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ പിറകെ നടന്ന് ഇത്തരത്തിൽ തന്നെ മോശക്കാരിയായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരു വ്യക്തി നടത്തിയിട്ടുണ്ട്. അതിനെതിരെ താൻ നിയമ നടപടിയുമായി പോകും, ഇനി അത് ആവർത്തിച്ചാൽ നിയമ നടപടിയുമായി പോകുമെന്നൊക്കെ ഹണി റോസിന്റെ ആദ്യത്തെ ഒരു പോസ്റ്റ് വരുന്നു. അതിന് താഴെ നിരവധി മോശം കമന്റുകൾ പറയുന്നുണ്ട്. അതായത് ആ വ്യക്തി ഈ ഹണി റോസിനെ പൊതുമധ്യത്തിൽ മറ്റൊരു പേര് വിളിച്ച് വളരെ മോശമായിട്ടായിരുന്നു അന്ന് അഭിസംബോധന ചെയ്തത്. അത് പിന്നീട് പല രീതിയിലും ആളുകൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആവർത്തിക്കുന്ന സാഹചര്യം. ഇതിനെ തുടർന്നാണ് 26ഓളം പേർക്കെതിരെ ഹണി റോസ് സെൻട്രൽ പോലീസിന് പരാതി നൽകിയത്. അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മറ്റുള്ളവരൊക്കെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്ത് പോയിരിക്കുന്ന സാഹചര്യമാണ്. മറ്റ് ജില്ലകളിലുള്ളവരുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ഇവരെ ലൊക്കേറ്റ് ചെയ്ത് വരികയാണ്. ഉടനെ തന്നെ അവരെ പിടികൂടുമെന്നാണ് സെൻട്രൽ പോലീസ് പറയുന്ന മറുപടി. അതിനിടയിൽ തന്നെയാണ് ഹണി റോസ് ഇന്നലെ സ്റ്റേഷനിൽ എത്തുകയും കൂടുതൽ പേർക്കെതിരെ, അതായത് നമ്മൾ ഈ മാധ്യമങ്ങളിൽ വാർത്ത നൽകിയപ്പോൾ അതിന്റെ യൂട്യൂബ് ചാനലിലടക്കം താഴെ വന്ന് മോശം കമന്റ് ഇടുന്ന സാഹചര്യം ഉണ്ടായി. അത് സ്ക്രീൻഷോട്ട് അടക്കം ഹണി റോസ് വീണ്ടും പരാതി നൽകി. ഹണി റോസിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടി കടുപ്പിച്ചിരിക്കുന്നതിനിടയിലാണ് വീണ്ടും പരാതിയുമായി ഹണി റോസ് കമ്മീഷണർ അടക്കം കാണുകയും ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയാണ് തന്നെ ഇത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുകയും പല മാധ്യമങ്ങളിലും യൂട്യൂബ് ചാനലുകളിലും വീണ്ടും തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്റെ വസ്ത്രത്തെയും തന്റെ ശരീരത്തെയും ഒക്കെ മോശമായ രീതിയിലൊക്കെ പരാമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് കമ്മീഷണറോട് പരാതി നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് സെൻട്രൽ പോലീസിന് കൈമാറുകയും പോലീസ് ഇപ്പോൾ ഇതിന്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുക എന്നൊരു നീക്കത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തി നിൽക്കുന്നത്. പക്ഷെ അപ്പോൾ ബോബി ചെമ്മണ്ണൂർ പല മാധ്യമങ്ങൾക്കും ഇതിലൊരു പ്രതികരണം നൽകിയിരുന്നു. ഇത്തരത്തിൽ തന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പരാമർശം ഹണി റോസിന് മോശമായി തോന്നിയെങ്കിൽ താൻ മാപ്പ് പറയാൻ തയ്യാറാണ്, ഇനി ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും ആവർത്തിക്കില്ല എന്ന് കൂടി ബോബി ചെമ്മണ്ണൂർ പറയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അപ്പോഴും ബോബി ചെമ്മണ്ണൂർ ഇപ്പൊ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെങ്കിൽ ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ജാമ്യം അനുവദിച്ചാൽ മാത്രമായിരിക്കും ചിലപ്പോൾ ബോബി ചെമ്മണ്ണൂർ തിരിച്ച് കേരളത്തിലേക്ക് വരിക. ഇപ്പോൾ കേരളത്തിന് പുറത്താണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയെ അടക്കം സമീപിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഹണി റോസിന്റെ പരാതിയിലാണ് ഇപ്പോൾ സെൻട്രൽ പോലീസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇത് ബോബി ചെമ്മണ്ണൂരിന് വലിയ കുരുക്കാണ്. കാരണം വീഡിയോ ദൃശ്യങ്ങളൊക്കെ സമൂഹ മധ്യത്തിലുണ്ട്. ചില യൂട്യൂബ് ചാനലുകൾക്കൊക്കെ അഭിമുഖം നൽകിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് അതിൽ അദ്ദേഹം വീണ്ടും ഇത്തരം കാര്യങ്ങളിൽ വളരെ തമാശ മട്ടിലൊക്കെയാണ് എടുത്തത്. ഹണി റോസ് ഏതായാലും രണ്ടും കൽപ്പിച്ചുള്ള രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മനസ്സിലാകുന്നു. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ വിശദീകരണമാണ്. താൻ ഒരു വാക്ക്, അതായത് മഹാപുരാണത്തിലെ കുന്തി ദേവിയോട് ഉപമിച്ചു, അത് നല്ല വാക്കാണ്, അതൊരു മോശം വാക്കായി തനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അതിനെ സോഷ്യൽ മീഡിയയിലുള്ള ചില ആളുകൾ വ്യാഖ്യാനിച്ചതാണ് പ്രശ്നമായത്. അതാണ് നടിക്ക് മനോവേദന ഉണ്ടാക്കിയതെന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വിശദീകരണം. അതിലൂടെ അങ്ങനെ ഒരു വിശദീകരണത്തിലൂടെ നിയമ നടപടിയിൽ നിന്ന് ഒഴിവാകാനും പറ്റില്ല. ഏതായാലും അവരുടെ പരാതി ഗൗരവമായി പോലീസ് കണ്ടേ മതിയാവുള്ളൂ. ഇതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ തന്നെയാണോ ബോബി ചെമ്മണ്ണൂരിന്റെയും തീരുമാനം?
തീർച്ചയായും രഞ്ജിത്ത്, ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ഇങ്ങനെ ഒരു വിശദീകരണവുമായി എത്തിയെങ്കിൽ പോലും നമ്മൾ കണ്ടതാണ് ഒരു ഇന്റർവ്യൂവിൽ മാത്രമല്ല, അന്ന് ആ സ്റ്റേജ് ഇവന്റിൽ വെച്ച്, ആ ഉദ്ഘാടന വേദിയിൽ വെച്ചാണ് ആദ്യമായി ഹണി റോസിനെ ഇങ്ങനെ ഉപമിക്കുന്നത്. ആ സമയത്ത് ഹണി റോസ് ഇത് ചിരിച്ചുകൊണ്ട് തന്നെ സ്വീകരിക്കുന്ന സാഹചര്യം. പക്ഷേ ഹണി റോസ് തന്നെ ന്യൂസ് 18നോട് ഇത് വ്യക്തമാക്കുകയും ചെയ്തു. അന്ന് തനിക്ക് എന്ത് പ്രതികരിക്കണമെന്നറിയാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു, ഒരു പൊതുവേദിയായിരുന്നു. പിന്നീട് താൻ വീട്ടിലെത്തി മാതാപിതാക്കളോട് ഇക്കാര്യം പറയുകയും ഈ കമ്പനിയുടെ ബോബി ചെമ്മണ്ണൂരിന്റെ മാനേജറെ വിളിച്ച് ഇനി ഈ സ്ഥാപനവുമായോ ഈ വ്യക്തിയുമായോ തനിക്ക് ഇത്തരത്തിലുള്ള ഉദ്ഘാടന വേദികൾ പങ്കിടാനോ യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല, ഇതിന്റെ ഒരു ഉദ്ഘാടന വേദികൾ അല്ലെങ്കിൽ ഈ കമ്പനിയുമായി തനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് മാനേജറോട് ഹണി റോസ് വ്യക്തമായി അറിയിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീടും വീണ്ടും ഒരു ചടങ്ങിൽ, അതും ഈ ബോബി ചെമ്മണ്ണൂരിനെ ക്ഷണിക്കാത്ത ഒരു ചടങ്ങിലേക്ക് ഹണി റോസ് പങ്കെടുക്കുമെന്ന് അറിഞ്ഞിട്ടും അവിടെ വരികയും വീണ്ടും താൻ്റെ സാന്നിധ്യത്തിൽ മോശമായിട്ടുള്ള രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തതാണ് ഹണി റോസിനെ വീണ്ടും വേദനിപ്പിച്ചത്. അപ്പോഴൊക്കെ ഈ നിയമ സാധ്യത തേടിയിരുന്നു, നിയമോപദേശം തേടിയിരുന്നു. പക്ഷേ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ താൻ അപ്പോഴും തയ്യാറായിരുന്നില്ല. കാരണം തൻ്റെ സ്വഭാവം അതാണ്, വെറുതെ ഒരു വാർത്തയാക്കണ്ട അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമാക്കണ്ട എന്ന് കരുതി താൻ മിണ്ടാതിരുന്നതാണ്. പിന്നീട് പല ഓൺലൈൻ യൂട്യൂബ് ചാനലുകളിലും ഇതേ പരാമർശം ആവർത്തിക്കുകയും വീണ്ടും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഈ ഉദ്ഘാടന വേദിയിൽ അല്ലെങ്കിൽ സിനിമാ താരങ്ങൾക്കൊപ്പമല്ലേ എന്നൊക്കെ ചോദിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ, അത് ഹണി റോസിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ വീണ്ടും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഒരു നിയമ നടപടിയുമായി പോകാൻ താൻ തയ്യാറായത് എന്നുകൂടി ഹണി റോസ് പറയുന്നുണ്ട്. വലിയ പിന്തുണയുമാണ് ഹണി റോസിന് ഇതിനോടകം ഈ ഒരു നിലപാടിൽ അല്ലെങ്കിൽ ഈ ഒരു നീക്കത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ സംഘടന ഉൾപ്പെടെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ബോബി ചെമ്മണ്ണൂരിന്റെ ഈ വിശദീകരണ പ്രകാരം അത് അന്ന് പരാമർശം നടത്തി, പിന്നീട് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയില്ല എന്ന് പറയുന്നതൊക്കെ ഡിജിറ്റൽ തെളിവ്, അതായത് യൂട്യൂബ് ചാനലിലടക്കം കൊടുത്ത ഇന്റർവ്യൂകൾ നമുക്ക് മുന്നിലുള്ളപ്പോഴാണ് ഇത്തരം ഒരു വിശദീകരണവുമായി ബോബി ചെമ്മണ്ണൂർ എത്തി നിൽക്കുന്നത്. പക്ഷേ പോലീസ് കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുമെന്നതും ഉറപ്പാണ്. ഇപ്പോൾ ജാമ്യം ലഭിച്ചാൽ മാത്രമേ ഇനി തിരിച്ച് കേരളത്തിലേക്ക് വന്ന് ഈ അന്വേഷണ സംഘത്തോട് ചോദ്യം ചെയ്യലിനടക്കം സഹകരിക്കൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അത് വരും മണിക്കൂറിൽ അറിയാൻ കഴിയും. ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ടോ അതോ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ തന്നെയാണോ ബോബി ചെമ്മണ്ണൂരിന്റെ തീരുമാനമെന്ന് നമുക്ക് ഉടനെ അറിയാൻ കഴിയും. എന്തായാലും സെൻട്രൽ പോലീസുമായും നമ്മൾ ബന്ധപ്പെടുമ്പോൾ പറയുന്നത് ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി തന്നെയാണ്. തീർച്ചയായും നവമി തുടരുക. നവമിയിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി നവമിയിലേക്ക് വരേണ്ടതുണ്ട്. തെറ്റായ ഉദ്ദേശത്തോടു കൂടി ഹണി റോസിനോട് പെരുമാറിയിട്ടില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വിശദീകരണം. തെറ്റായ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഹണി റോസിനെ താൻ മഹാഭാരതത്തിലെ കുന്തി ദേവിയോട് ഉപകരിച്ചത് സോഷ്യൽ മീഡിയയിൽ ചിലർ മറ്റു തരത്തിൽ വ്യാഖ്യാനിച്ചിരുന്നു. അത് അവർക്ക് വിഷമമുണ്ടാക്കി കാണാം. അത് തൻ്റെ ജുവലറികളുടെ ഉദ്ഘാടനത്തിന് വരുന്നവരെ ആഭരണങ്ങൾ അണിയിക്കാറുണ്ട്. മാസങ്ങൾക്ക് മുൻപാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ഇപ്പോൾ എന്തിനാണ് ഈ പരാതിയുമായി വരുന്നത്? അതിൻ്റെ കാരണം അറിയില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കിയുണ്ടായി. ഏതായാലും ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. ഒരുപാട് സമൂഹ മാധ്യമങ്ങളിൽ ഓൺലൈൻ ചാനലിലൊക്കെ ബോബി ചെമ്മണ്ണൂർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീണ്ടും ഇത്തരം പ്രയോഗങ്ങൾ ആവർത്തിക്കുന്നതും മറ്റും. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ കലൂർ സ്റ്റേഡിയത്തിലെ ഗിന്നസ് നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട കേസിൽ സാമ്പത്തിക കണക്കുകൾ പരിശോധിച്ച ശേഷം ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യും. പണമെത്തിയ അക്കൗണ്ടുകൾ കണ്ടെത്താനുള്ള നടപടികൾ തുടങ്ങി. ദിവ്യ ഉണ്ണിയാണ് പരിപാടിയുടെ ഗുഡ്വിൽ അംബാസഡർ. ഇതിനപ്പുറത്തുള്ള സാമ്പത്തിക ലാഭം ദിവ്യ ഉണ്ണിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. കലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് നൃത്ത പരിപാടിയുടെ സംഘാടകരുടെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയിലെത്തുന്നുണ്ട്. നവമി തുടരുന്നുണ്ട്. നവമി, ഈ ദിവ്യ ഉണ്ണിയെക്കെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. കാരണം ഇന്നലെ കോൺഗ്രസിൻ്റെ അടക്കം അൻവർ സാദത്തൊക്കെ വിമർശനം ഉന്നയിച്ച് നമ്മൾ കണ്ടതാണ്. അവർ ഈ ഉമാ തോമസിനെ കാണാനോ ഒന്നിനും തയ്യാറായില്ല. അവർ വളരെ പെട്ടെന്ന് നാടുവിടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അത് വലിയ വേദനയുണ്ടാക്കി പലർക്കും. ഇപ്പോൾ വീണ്ടും സാമ്പത്തികമടക്കം പരിശോധിക്കുമ്പോൾ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുക, അവരെ അമേരിക്കയിലൂടെ എത്തിക്കണം ചോദ്യം ചെയ്യണമെങ്കിലൊക്കെ, ചോദ്യം ചെയ്യുക എന്ന രീതിയിൽ തന്നെയാണോ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് പോലീസിന്റെ നീക്കം. ഇപ്പോൾ ആദ്യഘട്ടം എന്നോണം ഇതിലൊരു സാമ്പത്തികം, അത് ഏത് രീതിയിലാണ് ദിവ്യ ഉണ്ണിക്ക് എത്ര രൂപ കിട്ടി എന്നതും അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതുണ്ട്. ഈ മൃദംഗ വിഷൻ ഉടമ പറയുന്നത് 5 ലക്ഷം രൂപയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ദിവ്യ ഉണ്ണിക്ക് നൽകിയതെന്ന്. പക്ഷെ അത്
പോലീസ് മുഖവരയ്ക്ക് എടുത്തിട്ടില്ല. അതിൽ ചില സംശയങ്ങൾ പോലീസ് ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളും ദിവ്യ ഉണ്ണിക്ക് പണം കൈമാറിയ അക്കൗണ്ടുകളടക്കം അന്വേഷണ സംഘത്തിന് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന്റെ രേഖകൾ ഹാജരാക്കാനും ഇതിനോടകം അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തു. ഇവരുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കി ഇവരെ അന്വേഷണത്തിന് വിധേയമാക്കണം, അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമുണ്ട്. അതിനായി ഇവരെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദിവ്യ ഉണ്ണിയുടെ അക്കൗണ്ടിലേക്ക് എത്ര രൂപ അടക്കം പോയിട്ടുണ്ട് എന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുള്ളൂ. അക്കൗണ്ടുകളടക്കം പരിശോധിക്കണം. ഈ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡറായാണ് ദിവ്യ ഉണ്ണിയെ നിയമിച്ചത്. പിന്നീട് ഈ ഉമാ തോമസ് വീണതിന് പിന്നാലെ വലിയ രീതിയിൽ ഈ പരിപാടി നിർത്താതെ അത് തുടർന്നു കൊണ്ടുപോവുകയും പിന്നീട് ഇത് ഗിന്നസ് റെക്കോർഡ് വരെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് തൃശ്ശൂർ ഗുരുവായൂരിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ദിവ്യ ഉണ്ണി. അവിടെ വെച്ചൊക്കെ മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞുവെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നാണ് അറിയുന്നത്. പിന്നീട് അമേരിക്കയിലേക്ക് പോയി എന്ന് ബന്ധുക്കൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ വലിയ രീതിയിൽ ദിവ്യ ഉണ്ണിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കോൺഗ്രസ് നേതാക്കളടക്കം വലിയ രീതിയിൽ ഇന്നലെ അൻവർ സാദത്ത് MLA ഉൾപ്പെടെ രൂക്ഷ വിമർശനമായിരുന്നു ദിവ്യ ഉണ്ണിക്കെതിരെ ഉന്നയിച്ചത്. ഇത്രയും ഗുരുതരമായ അവസ്ഥയിൽ ഉമാ തോമസ് MLA ആശുപത്രിയിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണെന്ന് കാണാനുള്ളൊരു മര്യാദ പോലും ദിവ്യ ഉണ്ണി കാണിക്കാത്തത്? ഒപ്പം ഇതിലൊരു പ്രതികരണം നടത്തേണ്ടത് അനിവാര്യമായിരുന്നില്ലേ? കാരണം ദിവ്യ ഉണ്ണിക്കെതിരെയും ഇത്രയും വലിയൊരു ആരോപണം ഉയരുന്ന രീതിയിൽ, വിമർശനം ഉയരുന്ന രീതിയിൽ ഒരു പ്രതികരണം എന്തുകൊണ്ട് ദിവ്യ ഉണ്ണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നൊക്കെ കോൺഗ്രസ് നേതാക്കളുമൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസും ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുന്നതിലുമൊക്കെ നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഉടനെ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. അതിനു മുൻപ് ഇതിലെ ഒരു സാമ്പത്തിക ഇടപാട്, അത് എത്രമാത്രം നടന്നിട്ടുണ്ട്, ദിവ്യ ഉണ്ണിക്ക് ഇതിൽ എത്രമാത്രം സാമ്പത്തിക ലാഭം കിട്ടി, ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമായിരിക്കും ചോദ്യം ചെയ്യലടക്കമുള്ള ഘട്ടത്തിലേക്ക് കടക്കുക. ഇപ്പോൾ അമേരിക്കയിലാണ് ദിവ്യ ഉണ്ണി. ചിലപ്പോൾ വിളിച്ചു വരുത്തും, അല്ലായതുണ്ടെങ്കിൽ ഓൺലൈനിലൂടെ ആയിരിക്കുമോ ചോദ്യം ചെയ്യൽ. ഇതൊക്കെ അമേരിക്കയിലാണ്, നമുക്കറിയാം. കേരളത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ്. ദിവ്യ ഉണ്ണി ഇത് വരാൻ തയ്യാറാകുമോ എന്നും അറിയില്ല. അതുകൊണ്ട് ഓൺലൈനിലൂടെ ആയിരിക്കുമോ ഈ ചോദ്യം ചെയ്യൽ, അതോ ദിവ്യ ഉണ്ണിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണോ പോലീസിന്റെ നീക്കം എന്നതാണ് അറിയേണ്ടത്. അതിനു മുൻപായി ഇപ്പോൾ ദിവ്യ ഉണ്ണിയുടെ അടക്കം അക്കൗണ്ടുകൾ പരിശോധിക്കുവാനും പോലീസ് തയ്യാറായി കഴിഞ്ഞു. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഈ മൃദംഗാവിഷ്ണുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമക്കേടുകളും, സാമ്പത്തിക ക്രമക്കേടടക്കം അന്വേഷിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി തിരൂരിലേക്ക് ഒന്ന് പോകണം. തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞു. രാത്രി 12:30ക്കാണ് സംഭവം. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു. ഒരാളെ ആന തൂക്കിയെറിഞ്ഞു. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. വലിയ ജനക്കൂട്ടമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ആന ഇടയുകയും തുടർന്ന് പ്രകോപനപരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വളരെ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ആന വളരെ പെട്ടെന്ന് വലിയ ജനക്കൂട്ടമുണ്ട് ഇടയുന്നു, ഒരാളെ തൂക്കിയെറിയുന്നു. ഭാഗ്യം കൊണ്ടാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരുന്നത് എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. BK ജിഷാദ് ഉണ്ട് തിരൂരിൽ നിന്ന്. ജിഷാദ്, എന്താണ് ഇത്തരത്തിൽ ആനയ്ക്ക് പ്രകോപനമായത്? നേരത്തെയും ഇത്തരത്തിൽ പ്രകോപിതനായിട്ടുള്ള ആനയാണോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, തിരൂർ BP അങ്ങാടിയിലാണ് നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞത്. ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആന ഒരാളെ തൂക്കിയെറിഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ ആളെ കോട്ടക്കലിലെ മിംസ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. 3 ദിവസങ്ങളിലായിട്ടായിരുന്നു നേർച്ച നടന്നിട്ടുണ്ടായിരുന്നത്. നേർച്ചയുടെ സമാപനമായിരുന്നു ഇന്ന് ബുധനാഴ്ച പെട്ടിവരവ് ജാരത്തിന് മുമ്പിലാണ് ആന ഇടഞ്ഞത്. രാത്രി 12:30യോടെയായിരുന്നു സംഭവം. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്കാണ് പരിക്കേറ്റത്. മണിക്കൂറുകളോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് ആനയെ പാപ്പമാർ തളച്ചത്. രഞ്ജിത്ത്, വലിയ ജനക്കൂട്ടത്തെ കാണാം ജിഷാദ്. കൂടുതൽ അനിഷ്ട സംഭവങ്ങളിൽ നിന്ന്
കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു അല്ലേ? അതെ അതെ രഞ്ജിത്ത്, ആളെ തൂക്കിയെറിഞ്ഞത് കാരണമാണ് വലിയൊരു അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇത് വളരെ പ്രധാനമാണ്. കാരണം ആന പ്രകോപിതനായി മലപ്പുറം തിരൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. ഒരാളെ തൂക്കിയെറിയുന്നു, മറ്റെന്തെങ്കിലും തരത്തിലേക്ക് കാര്യങ്ങൾ ഭാഗ്യം കൊണ്ട് നീങ്ങിയില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ പെട്ടെന്നാണ് ആന പ്രകോപിതനായതും ആന ഇടഞ്ഞതും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായതും. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവരുടെ സുരക്ഷ കണക്കിൽ ആശിക്കും ഇവിടെ എവിടെയെങ്കിലും പല്ലിരാണ്ട് വരും. തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രി 12:30-ക്കാണ് ഈ സംഭവം ഉണ്ടായത് എന്നതും പ്രധാനമാണ്. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരാളെ ആന തൂക്കേറിയ ദൃശ്യങ്ങളൊക്കെ ഭയാനകമാണ്. തൂക്കിയെറിഞ്ഞതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു, പക്ഷേ ഗുരുതരമായി പരിക്കേറ്റുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നു. നിഷാദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ആലപ്പുഴ ആറാട്ടുപുഴയിൽ വയോധികയെ നായ കടിച്ചു കൊലപ്പെടുത്തിയതിന് പിന്നാലെ 7 വയസ്സുകാരി ഉൾപ്പെടെ 2 പേരുടെ മുഖം കൂടി നായ കടിച്ചു പറിച്ചു. കരുവാറ്റ 14-ാം വാർഡ് സ്വദേശികൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിച്ച തെരുവ് നായ ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. പട്ടി എന്നെ മറിച്ചിട്ടിട്ട് എന്നെ മാന്തുമായിരുന്നു മുഖത്തും കയ്യിലും പുറത്ത്. പട്ടി ഇവിടുന്ന് ഓടി വന്ന് ഞാൻ അവിടെ നിൽക്കുക, ഇങ്ങനെ ഓടി വന്ന് എൻ്റെ നേരെ വന്ന് കടിക്കുമായിരുന്നു. കരുവാറ്റ പഞ്ചായത്തിൽ 14-ാം വാർഡ് തെരുവുനായ ആക്രമണ ഭീഷണിയിൽ വിറങ്ങലിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെ വീട്ടുമുറ്റത്ത് നിന്ന് കളിച്ച 7 വയസ്സുകാരി കൽഹയുടെ ശരീരത്തിലേക്ക് നായ പാഞ്ഞു കയറുകയായിരുന്നു. ഞായറാഴ്ചയായിരുന്നു. ഒരു 6 മണി കഴിഞ്ഞ ശേഷമായിരുന്നു. എൻ്റെ മോടെ മകളാണ്. അപ്പം മോള് ചോറ് വേണമെന്ന് പറഞ്ഞു. മകൾ ചോറെടുത്ത് കുഞ്ഞിന് വാരി കൊടുത്തു. കുഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി കൈ കഴുകാൻ പോയപ്പോൾ ഞങ്ങൾ 2 പേരും ആ റൂമിനകത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ നിന്നിട്ട് കുഞ്ഞ് കൈ കഴുകി വെച്ച് അവിടെ മാറി നിന്നപ്പം റോഡിൽ കൂടെ പട്ടി ഓടി വന്ന് കുഞ്ഞിനെ ഉപദ്രവിക്കുകയായിരുന്നു. ഉപദ്രവിച്ച സമയത്ത് ഞങ്ങൾ കണ്ടില്ല. കുഞ്ഞ് നിലവിളിച്ചപ്പോഴാണ് ഞങ്ങൾ ഓടി വരുന്നത്. പട്ടി മേലെ കുഞ്ഞ് താഴെ അടിയിലുമായിട്ട് കിടന്നും പട്ടി കുഞ്ഞിനെ ഉരുട്ടുമായിരുന്നു. അപ്പം ഞങ്ങൾ ഓടിച്ചെന്ന് കുഞ്ഞിനെ വാരിയെടുക്കുമ്പോൾ ഓടി അടുക്കലോട്ട് ചെന്നപ്പോൾ പട്ടി അങ്ങ് പോയി. കുഞ്ഞിനെ വാരിയെടുത്തപ്പോൾ കുഞ്ഞിൻ്റെ മുഖം മുഴുവനും ബ്ലഡായിരുന്നു. മുക്കിക്കൂടെ മായിക്കൂടെ എല്ലാം ബ്ലഡായിട്ടാണ് കുഞ്ഞിനെ എടുക്കുന്നത്. കുഞ്ഞിന് ബോധം പോയായിരുന്നു. കുട്ടിയുടെ മുഖത്തും കണ്ണിന് മുകളിലുമായി നിരവധി മുറിവുകളുണ്ട്. വീഴ്ചയിൽ പല്ലുൾപ്പെടെ കൊഴിഞ്ഞുപോയി. ആകെ പേടിച്ചു വിറച്ച അവസ്ഥയിലാണ് 7 വയസ്സുകാരി. കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ പോളയ്ക്ക് മുറിവുണ്ട്, കണ്ണിൻ്റെ 4 ചുറ്റും മുറിവുകളുണ്ട്, പിന്നെ പുറത്തുണ്ട്. കുഞ്ഞിൻ്റെ കൈവശം 2 ഭാഗത്തായിട്ടുണ്ട്. കുഞ്ഞിൻ്റെ പല്ല് പോയതായിട്ട് കാണുന്നു. കൽഹയെ ആക്രമിച്ചതിനു പിന്നാലെ മറ്റൊരു വയോധികയുടെ മുഖവും നായ കടിച്ചു പറിച്ചു.
കൽഹ എന്ന പിഞ്ചു കുഞ്ഞിനെ നമ്മൾ കണ്ടു. അത്യന്തം ഭയാനകമായ ദൃശ്യങ്ങളാണ് കരുവാറ്റ പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ നിന്ന് കാണുന്നത്. ആ കുട്ടി ആക്രമിക്കപ്പെട്ട അതേ സമയത്ത് തന്നെ ആക്രമിക്കപ്പെട്ട ഒരു അമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നായ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കാണ് മുഖത്ത് ഏറ്റത്. വേദന കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഇവര്. എനിക്ക് ഓർമ്മയുണ്ടോ എന്താ സംഭവിച്ചെന്ന്? പുറത്ത് നിൽക്കുമായിരുന്നോ? പുറത്ത് പാത്രം കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയത് അടുക്കളയെന്ന്. മിനിഞ്ഞാന്ന് രാത്രിയിലായിരുന്നു. അന്നേരം പട്ടി ചാടി കയറി കടിച്ചത്. പാത്രം കഴുകിയില്ല, പാത്രം കയ്യിൽ നിന്ന് അവിടെ താത്ത് വെച്ച്. പിന്നെ ഞാൻ ഇഞ്ഞ് കയറി, പട്ടി കടിച്ചപ്പോൾ പെരേ കയറി പാത്രം കൊണ്ട് ഞാൻ ഇറങ്ങിയതാണ്. അന്നേരം വെളിയിൽ നിന്ന് പട്ടി മുഖത്തോട്ടങ്ങ് ചാടി കയറി അങ്ങ്. അങ്ങനെ വന്നതാണ്. വീടിന്റെ പിന്നാമ്പുറത്ത് രക്തത്തിൽ കുളിച്ചു കിടന്ന ഭാര്യയെ കണ്ട് ഭയന്നു പോയതായി ഭർത്താവ് രവീന്ദ്രൻ പറഞ്ഞു. അയ്യോ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് രക്തം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. മുഖത്ത് മുഴുവൻ, മുഖവും ഇട്ടുന്ന വസ്ത്രത്തിലും മുഴുവൻ രക്തം. ഞങ്ങൾ തുണി കൊണ്ടുവന്ന് എല്ലാം തൂത്തേച്ച് സുഖപ്പെട്ട് ഉടനെ കഴുകി. സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുടുംബങ്ങളാണെങ്കിലും തെരുവ് നായ്ക്കളെ ഭയന്ന പ്രദേശത്തെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് ഓട്ടോറിക്ഷയിലാണ്. സ്കൂളിന് ചുറ്റുമതിലുമില്ലെന്ന് കൽഹയുടെ മുത്തശ്ശി പറയുന്നു. കൽഹയെ കൂടാതെ കഴിഞ്ഞ ദിവസം ആറാട്ടുപുഴയിൽ 2 കുട്ടികൾക്ക് കൂടി തെരുവുനായയുടെ കടിയേറ്റിരുന്നു. ആറാട്ടുപുഴയിലേതിന് സമാനമായ രീതിയിൽ തെരുവുനായ്ക്കൾ ഈ 6 വയസ്സുകാരിയുടെ മുഖം കടിച്ചെടുത്തു. അമ്മയും മുത്തശ്ശിയും കണ്ടതുകൊണ്ട് മാത്രമാണ് തലനാരിഴയ്ക്ക് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായത്. ഉത്തരവാദിത്തപ്പെട്ടവർ ഇനിയും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിവർത്തികെട്ട പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് പറയുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ ഹരിപ്പാട് നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തൃശൂർ വടക്കാഞ്ചേരിയിൽ വാഹനാപകടത്തിൽ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മുള്ളൂർക്കര സ്വദേശിനി 4 വയസ്സുള്ള നൂറ ഫാത്തിമയാണ് മരിച്ചത്. KSRTC ബസ്സും പെട്ടി ഓട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടം. ഉനൈസ്, ഭാര്യ റഹനാഥ് എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി ഓട്ടുപാറയിലാണ് ഈ ദാരുണമായ അപകടമുണ്ടായത്. മറ്റൊരു വാർത്ത വയനാട്ടിൽ നിന്നാണ്. നമുക്കറിയാം, വയനാട്ടിൽ DCC ട്രഷറർ NM വിജയൻ്റെ ആത്മഹത്യ അത് രാഷ്ട്രീയമായി വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. ആത്മഹത്യ കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിരോധത്തിലുമാക്കിയിട്ടുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി ചില നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം KPCC സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ഈ സമിതി ഇന്ന് വയനാട്ടിൽ ഉണ്ടാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതി NM വിജയൻ്റെ കുടുംബമടക്കം ഉന്നയിച്ച ആരോപണം പരിശോധിക്കും. M. ലിജു, TN പ്രതാപൻ, സണ്ണി ജോസഫ് എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. വിജയന്റെ മരണത്തിന് കാരണം സാമ്പത്തിക ബാധ്യത ആണോ എന്ന് പരിശോധിക്കുന്ന വിജിലൻസ് സംഘവും ഇന്ന് വരും ദിവസങ്ങളിൽ IC ബാലകൃഷ്ണൻ അടക്കമുള്ള MLAയുടെ മൊഴിയെടുക്കുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. MS അനീഷ് കുമാർ. അനീഷ്, ഇതിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, CPMന്റെ പല ബാങ്കുകളിലും ഇത്തരം തട്ടിപ്പുകൾ, ആത്മഹത്യകളൊക്കെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവം വയനാട്ടിലുണ്ടായിരിക്കുന്നു. അതിൽ ഈ MLA അടക്കം പേര്, കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പേര് ഉൾപ്പെടെയുള്ള ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചിരിക്കുന്നു. അന്വേഷണം നടക്കുന്നുണ്ട്. എത്ര ഗൗരവമുള്ള ഒരു സംഭവമായി ആണ് ഇത്? ഏത് തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? രഞ്ജിത്ത്, വലിയ പ്രതിരോധത്തിലേക്കാണ് കോൺഗ്രസ് മാറിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ കണ്ണൂരിലെ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യ വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചവരാണ് കോൺഗ്രസ്. പക്ഷേ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്ത് ആത്മഹത്യാക്കുറിപ്പിൽ കോൺഗ്രസ് നേതാക്കളുടെ അടക്കം പേരെഴുതി വെച്ച് സഹകരണ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട നടന്ന ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തി ഒരു ആത്മഹത്യാക്കുറിപ്പ് കൈമാറിയിട്ടും KPCC അധ്യക്ഷന് ഈ കത്ത് അയക്കുകയും ചെയ്തിട്ട് പോലും അതിൽ യാതൊരു നടപടികളും ഉണ്ടാവാത്തത് വലിയ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരു സബ് കമ്മിറ്റിയെ, KPCC ഉപസമിതിയെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷൻ നിയോഗിച്ചിരുന്നു. ആ സബ് കമ്മിറ്റി ഇന്ന് വയനാട്ടിൽ എത്തുകയും ഈ ജില്ലാ കോൺഗ്രസിലെ നേതാക്കളോട് ഈ വിവരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരായും അവരുടെ മൊഴി രേഖപ്പെടുത്തും. ഇതിനുശേഷം NM വിജയന്റെ കുടുംബത്തിന് ഇക്കാര്യത്തിൽ തികഞ്ഞ അതൃപ്തിയുണ്ട്. കാരണം ഈ കത്ത് തങ്ങളുടെ കൈവശം ഉണ്ടായ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇക്കാര്യങ്ങൾ നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടും യാതൊരു നടപടികളും മറുവശത്തു നിന്നും
ഒന്നും ഉണ്ടായില്ല. ഒപ്പം മറ്റ് കാര്യങ്ങൾ മൂലമാണ്, വ്യക്തിപരമായ കാര്യങ്ങൾ മൂലമാണ് NM വിജയൻ ആത്മഹത്യ ചെയ്തതെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്ന ആരോപണം അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അത് പൊതുസമക്ഷത്തേക്കും പോലീസിനും ഈ കത്തുകൾ കൈമാറുന്നതിനുള്ള തീരുമാനം കുടുംബമെടുക്കുകയും കൈമാറുകയും ചെയ്തത്. എന്തായാലും IC ബാലകൃഷ്ണൻ MLAക്കും ND അപ്പച്ചനടക്കമുള്ള നേതാക്കൾക്കുമെതിരെ കടുത്ത വിമർശനങ്ങൾ, അവർക്ക് ഈ സാമ്പത്തിക ക്രമക്കേടുകളിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള കത്താണ് പുറത്തു വന്നത്. കേവലം ഒരു കത്ത് എന്ന രീതിയിൽ അവഗണിക്കാൻ കോൺഗ്രസിന് കഴിയുകയുമില്ല. കാരണം കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തുറ്റ നേതാക്കളിൽ ഒരാളായിരുന്നു NM വിജയൻ. അവിടെ വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള നേതാവായിരുന്നു. ഒപ്പം ട്രഷറർ എന്ന രീതിയിൽ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ധനസമാഹരണവും ക്രയവിക്രയവും ഒക്കെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ കൂടിയാണ് NM വിജയൻ. അതുകൊണ്ട് അദ്ദേഹം വാങ്ങുന്ന പണം അല്ലെങ്കിൽ അദ്ദേഹം എവിടുന്നെങ്കിലും കൈപ്പറ്റിയ പണം കേവലം വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയുകയുമില്ല. ഏതാണ്ട് 2019 ഈ വിഷയം നേരത്തെ ചർച്ചയായി വന്നതാണ്. അന്നും ഈ സഹകരണ ബാങ്ക് നിയമനത്തിനായി കോടികൾ കൈപ്പറ്റിയ ശേഷം ഈ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കാൻ കഴിയാതെ വന്നൊരു സാഹചര്യമുണ്ട് എന്ന് ആരോപണം വന്നിരുന്നു. അന്ന് ഈ പ്രശ്നങ്ങളൊക്കെ വിവാദമായ സാഹചര്യത്തിൽ KPCC അന്നും ഇതുപോലൊരു അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണത്തിൽ ഇത്തരത്തിൽ യാതൊരു ക്രമക്കേടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർക്ക് യാതൊരു പങ്കുമില്ല എന്നൊരു നിഗമനത്തിൽ ആ അന്വേഷണം എത്തിച്ചേരുകയുമായിരുന്നു. എന്നാൽ പിന്നീട് അന്വേഷണം അങ്ങനെ എത്തുമ്പോഴും ഈ സാമ്പത്തിക ബാധ്യതകൾ പൂർണ്ണമായും NM വിജയന്റെ ശിരസിലേക്ക് വരുന്ന ഒരു സാഹചര്യം. പണം നൽകിയ ആളുകൾ ആ പണം ചോദിച്ച് നിരന്തരം വിജയനെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം. അദ്ദേഹം കുറച്ചധികം പണം ഇത്തരത്തിൽ മടക്കി നൽകിയിട്ടുണ്ട് എന്നും പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടാത്ത തരത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ വഷളാവുന്നു. വീടടക്കം വിറ്റ് ഈ ബാധ്യതകൾ തീർക്കാൻ ശ്രമിക്കുന്നു. ഓരോ കോൺഗ്രസ് നേതാക്കളോടും IC ബാലകൃഷ്ണൻ അടക്കമുള്ളവരോട് പലവട്ടം ഈ പണം സമാഹരിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നടക്കാതെ വരുന്ന സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ജീവിതം പൂർണ്ണമായും വഴിമുട്ടിയപ്പോഴാണ് അദ്ദേഹം മരണം തെരഞ്ഞെടുത്തതെന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കത്തുകൾ പുറത്തു വന്ന ശേഷവും ഈ കത്തിന്റെ ഒരു ജെനുവിനിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ അത് എത്രമാത്രം യഥാർത്ഥമാണ് എന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവും K സുധാകരനും ഒക്കെ അടക്കം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും കുടുംബം ഇപ്പോൾ കോൺഗ്രസിനെതിരായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. KPCC ഉപസമിതി ഇന്ന് 10 മണിക്ക് കൽപ്പറ്റയിലെ DCC ഓഫീസിൽ ആദ്യം എത്തും. അവിടെ നേതാക്കളുമായി ആശയവിനിമയം നടത്തും. അതിനുശേഷം സുൽത്താൻ ബത്തേരിയിലുള്ള NM വിജയന്റെ വീട്ടിലെത്തി മകനും ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും. അനീഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്നലെയും നമുക്കറിയാം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെ നമുക്ക് വലിയ കോൺഗ്രസ് പാരമ്പര്യമുള്ള കോൺഗ്രസുമായി അടുപ്പമുള്ള കുടുംബമാണ്. പക്ഷേ അവർ കോൺഗ്രസ് പാർട്ടിക്കെതിരെ നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ KPCC അധ്യക്ഷനടക്കം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്ന പരാതി കുടുംബത്തിലുണ്ട്. അപ്പോൾ ഈ സമിതിയുമായി പൂർണ്ണമായും സഹകരിക്കാനുള്ള സാധ്യത കുടുംബത്തിന്റെ ഭാഗത്തുണ്ടാകുമോ അതോ വിട്ടുനിൽക്കുമോ, മറ്റ് നിയമപരമായ മറ്റ് അന്വേഷണ വഴികൾ തേടുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? കുടുംബത്തിന്റെ ഒരു വികാരം എന്താണ്? അക്കാര്യത്തിലൊരു തീരുമാനം കുടുംബം അല്പസമയത്തിനകം പറഞ്ഞേക്കും. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ അന്വേഷണം നടക്കുമെന്ന് പറയുമ്പോൾ തന്നെ KPCC ഉപസമിതിയെ നിയോഗിക്കുമ്പോൾ തന്നെ പൂർണ്ണമായും IC ബാലകൃഷ്ണൻ അടക്കമുള്ളവരെ സംരക്ഷിച്ചാണ് രംഗത്തെത്തുന്നത്. അദ്ദേഹം വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ്. അദ്ദേഹത്തിൽ നിന്നും ഇങ്ങനൊരു പിഴവ് വരില്ല. ഈ പിഴവ് വന്നാൽ നേരത്തെ കാര്യങ്ങൾ പുറത്തു വരേണ്ടതല്ലേ എന്ന തരത്തിലൊക്കെ പറയുമ്പോൾ ഒരു മുൻവിധി ഇക്കാര്യത്തിൽ IC ബാലകൃഷ്ണന്റെ കാര്യത്തിൽ K സുധാകരനുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം VD സതീശനാണ് അടുത്ത UDF രാഷ്ട്രീയത്തിലെ കരുത്തനായാൽ. അദ്ദേഹവും പറയുന്നത് ഈ എഴുതിയിരിക്കുന്ന അഭിസംബോധന ചെയ്തിരിക്കുന്നതിൽ ചില മഷി മാറ്റമുണ്ട് അല്ലെങ്കിൽ കൈക്ഷത്തിൽ മാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ കത്തിന്റെ ഒരു ആധികാരികത തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിലെ രണ്ട് പ്രധാന നേതാക്കളും ഈ കത്തിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുമ്പോൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ സത്യസന്ധതയെ അകമഴിഞ്ഞ് വിശ്വസിക്കുമ്പോൾ ഏതു തരത്തിലുള്ള നീതി പാർട്ടി തല അന്വേഷണത്തിൽ നിന്നും ഉണ്ടാകും എന്നൊരു സംശയം തന്നെ കുടുംബത്തിനുണ്ട്. എന്തായാലും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അവർ ഈ IC ബാലകൃഷ്ണനെയും ND അപ്പച്ചനെയും ഈ കത്തിൽ പരാമർശിക്കുന്ന മറ്റുള്ളവരിൽ നിന്നുമൊക്കെ മൊഴിയെടുക്കും. അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് തന്നെ നീങ്ങാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ അന്വേഷണം ആരംഭിച്ചപ്പോഴും പോലീസ് ഈ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്തായാലും അത് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പ്രകടമായി തന്നെ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് മറ്റ് തടസ്സങ്ങളില്ല. ഒരു ബാങ്കല്ല 4 ബാങ്കിലെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും രണ്ട് കാര്യത്തിൽ കോൺഗ്രസ് വലിയ വെട്ടിലേക്ക് നീങ്ങുകയാണ്. കാരണം കരുവന്നൂരടക്കം ശരി അനീഷ്, ശരി അനീഷ് വിശദമായി തന്നെ അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇന്ന് ഏതായാലും ഉപസമിതി വയനാട്ടിലുണ്ട് എന്നുള്ളതാണ് വിവരം.
നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നമുക്ക് കൂടി അഭിമാനകരമായ ഒരു വാർത്തയാണ്. ഡോക്ടർ വി നാരായണൻ ISROയുടെ പുതിയ ചെയർമാനാകും. ഈ മാസം 14 അദ്ദേഹം ചുമതലയേൽക്കുമെന്നുള്ളതാണ്. നിലവിൽ തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടറാണ്. ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി, ബഹിരാകാശ കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ ചുമതലകൾ അദ്ദേഹം ഏറ്റെടുക്കുന്നുണ്ട്. 2 വർഷത്തേക്കാണ് നിയമനം. നാഗർകോവിൽ സ്വദേശിയാണ്. ഏൽപ്പിച്ചത് നിർണായക ദൗത്യമെന്നും പ്രധാനമന്ത്രിക്കും സർക്കാരിനും നന്ദിയെന്നും ഡോക്ടർ വി നാരായണൻ പ്രതികരിച്ചു. 41 വർഷം നീണ്ട പ്രവർത്തന മികവിനാണ് അംഗീകാരം. ഒരു ഇടവേളയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. വൈസ് ചാൻസലർ തീരുമാനിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവകാശം എടുത്തുകളയുന്ന UGC ചട്ടങ്ങൾക്കെതിരെ കേരളം. VC നിയമനങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഒരു പങ്കുമുണ്ടാകില്ലെന്ന നിലപാടിലെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെയും UGCയെയും സംസ്ഥാനം അറിയിക്കും. കരടിന് അംഗീകാരവും നൽകും. മുൻപ് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനും UGCക്കും കത്തയക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ന്യൂസ് 18നോട് പറഞ്ഞു. വൈസ് ചാൻസലർ നിയമനത്തിന്റെ സമ്പൂർണ്ണ അധികാര കേന്ദ്രമായി ചാൻസലർമാരെ മാറ്റാനുള്ള കേന്ദ്ര നീക്കത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കേന്ദ്രം ഭരിക്കുന്നവരുടെ രാഷ്ട്രീയ നയങ്ങളും താൽപ്പര്യങ്ങളും സർവകലാശാലകൾ നടപ്പാക്കാനാണ് ഈ നീക്കമെന്നാണ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങളുടെ നിലപാട്. സർവകലാശാലകൾ സംസ്ഥാന സർക്കാരിൻ്റേതാണ്. അവിടെ സംസ്ഥാന ഗവൺമെൻറ് അവകാശങ്ങൾ തടയുന്ന നിലപാട് പ്രതിഷേധാർഹമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റുകളുടേതാണ് പൊതു സർവകലാശാലകൾ. അത്തരം സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ സംസ്ഥാന ഗവൺമെന്റിന് ഒരു പങ്കും പാടില്ല എന്നുള്ള രീതിയിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെയും UGCയുടെയും നിലപാട് അത്യന്തം പ്രതിഷേധാർഹമാണ്. VCമാരുടെ യോഗ്യതകൾ സംബന്ധിച്ച ചട്ടങ്ങളിലും സംസ്ഥാനത്തിന് എതിർപ്പുണ്ട്. വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് പുറമെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള വ്യവസായ പ്രമുഖർക്കും VCമാരാകാമെന്ന നിർദ്ദേശം അംഗീകരിക്കാനാകില്ല. പ്രധാനപ്പെട്ട വ്യവസായ പ്രമുഖരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് വേണ്ടുന്ന സജഷൻസ് വയ്ക്കാൻ കമ്മീഷനെ നിയോഗിച്ച സർക്കാരുകളാണ് നമ്മൾ കണ്ടത് മുൻപ്. അത് വളരെ ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് സൃഷ്ടിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അക്കാദമിക ഗുണമേന്മയും ഇന്റലക്ച്വൽ കേപ്പബിലിറ്റീസുമായിരിക്കണം ഒരു VC നിയമനത്തിൽ സുപ്രധാനമായ ഘടകമാകേണ്ടത്. അതിനു പകരം വ്യവസായ പ്രമുഖർക്കോ അതല്ലെങ്കിൽ മറ്റ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കോ ഒക്കെ വൈസ് ചാൻസലർമാരാകാമെന്നുള്ള സ്ഥിതി വന്നാൽ അത് നമ്മുടെ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പ്രതിലോമകരമായ ആഘാതമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. VC നിയമന അധികാരം പൂർണ്ണമായും ഗവർണറിലേക്ക് മാറുന്നതിനെ പ്രതിപക്ഷവും എതിർക്കുകയാണ്. ഇതിന് ബദൽ മാർഗങ്ങൾ സർക്കാർ കണ്ടെത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുണ്, ഇപ്പോൾ നമുക്കറിയാം ഇന്നലെ തന്നെ സെനറ്റ് അംഗങ്ങളടക്കം സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഈ വിഷയത്തിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ. കേന്ദ്ര സർക്കാരും UGCയും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ടാണ് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? മറ്റ് നിയമ വഴികൾ സ്വീകരിക്കാൻ സംസ്ഥാനമടക്കം ഇത് തയ്യാറാകുമോ എന്നാണ് മനസ്സിലാക്കേണ്ടത്? UGCയുടെ കരട് ചട്ടമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത്. അതിൽ ചർച്ചകളുണ്ടാകും, പൊതുജനങ്ങൾക്ക് അഭിപ്രായമുള്ള അവസരമുണ്ടാകും, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കും അഭിപ്രായം പറയാം. ആ അഭിപ്രായ പ്രകടനമാണ് സംസ്ഥാനം ഇപ്പോൾ നടത്താൻ പോകുന്നത്. സംസ്ഥാനത്തിൻ്റെ നിലപാട് കേന്ദ്രത്തെ അറിയിക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ UGCയും അറിയിക്കുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പറയുന്നത്. സംസ്ഥാനത്ത് ഗവർണറുമായുള്ള സർക്കാരിൻ്റെ ഏറ്റുമുട്ടലിൽ ചില വിഷയങ്ങളിലെങ്കിലും സർക്കാരിനൊപ്പമായിരുന്നില്ല, പ്രതിപക്ഷമുണ്ടായിരുന്നു. പക്ഷേ സർവകലാശാല വിഷയത്തിൽ ഗവർണർമാർക്ക് ഏകാധിപത്യപരമായ അധികാരം നൽകുന്ന നിലപാടിനെതിരെ സംസ്ഥാനത്തെ പ്രതിപക്ഷവും സർക്കാരിനൊപ്പം നിൽക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ തന്നെ പ്രതിപക്ഷ VD സതീശൻ ഗവർണർമാർക്ക് ഇത്തരം അധികാരം നൽകുന്നതും അതുപോലെ തന്നെ കേന്ദ്ര നയങ്ങൾ നടപ്പാക്കാൻ യഥേഷ്ടം നടപ്പാക്കാൻ കഴിയുന്ന സാഹചര്യമൊരുക്കുന്നതും ശരിയല്ല എന്ന നിലപാട് പറഞ്ഞു കഴിഞ്ഞു. സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം ഇതിൽ മറ്റൊരു വഴിയുമില്ലാത്ത അവസ്ഥയുണ്ട്. കാരണം UGC അങ്ങനെ കാര്യങ്ങൾ തീരുമാനിച്ചു പോയാൽ സംസ്ഥാന സർക്കാരിന് വഴങ്ങേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും
കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ BJP ഭരിക്കുന്നു, നാളെ മറ്റൊരു മുന്നണി ഭരിച്ചേക്കാം. അപ്പോഴും ആ ഭരണ മുന്നണിയുടെ താല്പര്യമുള്ള ആളുകൾ മാത്രം സർവകലാശാലകളുടെ തലപ്പത്തേക്ക് വരുമെന്നൊരു സാഹചര്യമുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ, ഇത്രയും നാളതൊരു വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, വിദ്യാഭ്യാസ രംഗത്തെ പ്രധാനികൾക്ക് മാത്രമേ VC-മാരെ വരാൻ കഴിയുമെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള, ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള 10 വർഷത്തിലേറെ അക്കാഡമി രംഗത്ത് മാത്രമല്ല വ്യവസായ രംഗത്ത് പ്രവർത്തിച്ച മുതിർന്ന വ്യവസായികൾക്ക്, പ്രധാനപ്പെട്ട പ്രമുഖ വ്യവസായികൾക്ക് പോലും സർവകലാശാലകളുടെ തലപ്പത്തേക്ക് വരണം. ഭരണ മികവ് മാത്രം സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരാകാൻ ഒരു യോഗ്യതയായി ഇപ്പോൾ UGC കാണുകയാണ്. അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. അത്തരം വ്യവസ്ഥകളെങ്കിലും മാറ്റണമെന്ന ആവശ്യം വലിയ രീതിയിൽ ഉയർന്നു വരുന്നുമുണ്ട്. ഏതായാലും സംസ്ഥാനം UGCക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും വൈകാതെ കത്തയക്കും. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ പ്രതിഷേധങ്ങളും സംസ്ഥാനത്തുണ്ടാകും. അതിൽ ഭരണ പ്രതിപക്ഷങ്ങൾ ഒരേ നിലപാടെടുക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. PV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെയാണ് നമുക്കറിയാം PV അൻവർ പാണക്കാടെത്തി തങ്ങളെ കാണുകയും തൻ്റെ നിലപാട് അറിയിക്കുകയും ചെയ്ത് ഇപ്പോൾ ഉപാധികളൊന്നുമില്ലാതെ കൂടെ നിൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന PV അൻവറിനെ സ്വീകരിക്കാൻ UDF സംസ്ഥാന നേതൃത്വം ആലോചിക്കുമ്പോൾ ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് മലപ്പുറത്തെ കോൺഗ്രസുകാർ. ലീഗ് മുൻകൈയെടുത്ത് അൻവറിനെ കൊണ്ടുവരികയാണെങ്കിൽ അൻവറിന് വേണ്ട സീറ്റും ലീഗ് തന്നെ നൽകണമെന്ന നിലപാടിലാണ് മലപ്പുറത്തെ കോൺഗ്രസ്. LDF ക്യാമ്പ് വിട്ട PV അൻവർ UDF-ന്റെ ഭാഗമാകാൻ ഒരുങ്ങുമ്പോൾ മലപ്പുറത്ത് അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുമോ എന്ന ആശങ്കയാണ് കോൺഗ്രസിനുള്ളത്. 16 മണ്ഡലങ്ങളിൽ 4 മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. പൊന്നാനി, തവനൂർ, നിലമ്പൂർ, അതിനു പുറമെ സംവരണ മണ്ഡലമായ വണ്ടൂർ മാറ്റി നിർത്തിയാൽ പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജയസാധ്യതയുള്ളത് നിലമ്പൂരിലാണ്. ആര്യടൻ ഷൗക്കത്തും DCC പ്രസിഡന്റായ VS ജോയും നിലമ്പൂർ മണ്ഡലത്തിനു വേണ്ടി സജീവമായ രംഗത്തുണ്ട്. ഇനി ഇവർക്ക് സീറ്റ് നിഷേധിച്ച് പകരം അൻവറിനെ മത്സരിപ്പിച്ചാൽ ചിലപ്പോൾ മറ്റു മണ്ഡലങ്ങളിലെ ജയസാധ്യതകളെ പോലും അത് സ്വാധീനിച്ചേക്കും. വനം വന്യജീവി നിയമഭേദഗതിയെ മുൻനിർത്തിയാണ് അൻവർ UDF നേതാക്കളെ കാണുന്നതെങ്കിലും ആത്യന്തികമായി ഇത് എത്തിച്ചേരുക സീറ്റ് ചർച്ചകളിലാണെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. ഇതെല്ലാം ദീർഘവീക്ഷണത്തോടെ കണ്ടുകൊണ്ടാണ് ആര്യടൻ ഷൗക്കത്ത് അൻവറിന്റെ നടപടികളെ നിശിതമായി വിമർശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അൻവറിന് അല്പം വൈകിപ്പോയി എന്ന അഭിപ്രായമുണ്ട്. കാരണം കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരിലെ കർഷകർക്ക് ഈ കാട്ടാൻ അക്രമത്തിനെതിരെ നമ്മൾ വലിയ ജനകീയ സമരങ്ങൾ നടത്തി വരിക. ഇതൊക്കെ നടത്തുമ്പോഴും നമ്മൾ ഈ ശബ്ദം മുൻപ് കേട്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. മുസ്ലിം ലീഗാണ് അൻവറിനു വേണ്ടി ഇപ്പോൾ UDF-ൽ സമ്മർദ്ദം ചെലുത്തുന്നത്. സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ അൻവറിന്റെ സാന്നിധ്യം സ്വാധീനമുണ്ടാക്കുമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. കോൺഗ്രസിനാണെങ്കിൽ ലീഗിന്റെ അഭിപ്രായത്തെ തള്ളിക്കളയാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കുകയാണെങ്കിൽ സീറ്റ് കാര്യത്തിൽ ലീഗ് തന്നെ വിട്ടുവീഴ്ച ചെയ്യട്ടെ എന്ന നിലപാടാണ് മലപ്പുറത്തെ കോൺഗ്രസിനുള്ളത്. ലീഗ് കൈവശം വച്ചിരിക്കുന്ന സീറ്റുകൾ ഏതെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറാകട്ടെ എന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. അൻവറിന്റെ സ്വന്തം മണ്ഡലമായ ഏറനാടും അൻവറിന് ഏറെ സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെടുന്ന മഞ്ചേരിയും തിരുവമ്പാടിയുമെല്ലാം ലീഗ് മണ്ഡലങ്ങളാണ്. ഇതിൽ തിരുവമ്പാടി മാത്രമാണ് ലീഗ് മത്സരിച്ച് പരാജയപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അൻവറിനെ സ്വാഗതം ചെയ്യുന്ന ലീഗ് നേതാക്കൾ പലരും സീറ്റ് വിട്ടുകൊടുക്കുന്ന കാര്യം വരുമ്പോൾ എന്ത് നിലപാടെടുക്കുമെന്നതും ശ്രദ്ധേയമാകും. അതിനിടെ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിച്ച് മുന്നണിയിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരുക്കങ്ങൾ PV അൻവർ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. മലപ്പുറത്തുനിന്നും CB അനുമോദ്, ന്യൂസ് 18. അതേസമയം PV അൻവർ ഇന്ന് തിരുവനന്തപുരത്തെത്തി UDF നേതാക്കളെ കാണും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. CB അനുമോദ് ഇന്നലെ ലീഗ് നേതാക്കളെ കണ്ടിരുന്നു. അവരുടെ അനുഗ്രഹാശസ്സുകളുണ്ട് അൻവറിന്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. VD സതീശനെ കാണണം, രമേശ് ചെന്നിത്തലയെ കാണണം, CP ജോണിനെ കാണണം, കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ കാണണം. അങ്ങനെ എല്ലാ UDF നേതാക്കളുടെയും പിന്തുണയോടുകൂടി വലിയ പ്രശ്നമൊന്നുമില്ലാതെ UDF-ന്റെ ഭാഗമാകുക എന്ന ലക്ഷ്യമാണ്. പക്ഷേ അതത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യവുമല്ല. എന്താണ് അൻവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ? ഉപാധികളൊന്നുമില്ലാതെ UDF-ന്റെ ഭാഗമാകുമെന്ന് പുറത്തു പറയുമ്പോഴും അങ്ങനെ ആവാനുള്ള സാഹചര്യമില്ലല്ലോ. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു MLA, അതും ഭരണപക്ഷത്ത് ഉണ്ടായിരുന്ന, നിലവിൽ നിലമ്പൂർ പോലെ കോൺഗ്രസിന്റെ ശക്തമായ കോട്ടയായിരുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് വന്ന ഒരു MLA-യെ മുന്നണിയിലേക്ക് എടുക്കുമ്പോൾ സീറ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് രാഷ്ട്രീയ മര്യാദയല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പോൾ അൻവർ സീറ്റ് വേണ്ട, ഒരു ഉപാധിയുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും
തെരഞ്ഞെടുപ്പിൻ്റെ സമയമാകുമ്പോഴേക്കും ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറി സീറ്റ് ചർച്ചകളിലേക്ക് തന്നെ പേര് വരാൻ ഒരു സാധ്യതയുണ്ട്. അത് കണ്ടാണ് മലപ്പുറത്തെ കോൺഗ്രസ്സുകാർ ഇതിനെ അത്ര താല്പര്യം കാണിക്കാതെ നിൽക്കുന്നത്. കാരണം എങ്ങനെ അൻവർ UDF എത്തിയാലും അതിൻ്റെ നഷ്ടം നിലവിലുള്ള കോൺഗ്രസിന് ഉണ്ടാകരുത് എന്ന ഒരു നിരീക്ഷണമാണ് അവർക്കുള്ളത്. നിലവിൽ തന്നെ നമുക്കറിയാം നിലമ്പൂർ അത് കോൺഗ്രസിൻ്റെ ഏറെ പ്രതീക്ഷയുള്ള സീറ്റാണ്. അൻവർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായപ്പോൾ മാത്രമാണ് 2 തവണയായിട്ട് അവിടെ കോൺഗ്രസ് നഷ്ടമായിട്ടുള്ളത്. വണ്ടൂർ സീറ്റ് സംവരണ സീറ്റ് ആയതുകൊണ്ട് അവിടെ മറ്റൊന്നും പ്രതീക്ഷിക്കാനാകില്ല. മറ്റൊരു അൻവറിന് അവിടെ മത്സരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. പിന്നെ പൊന്നാനിയും തവനൂരുമാണ്. അവിടെയൊക്കെ 2 സീറ്റ് വിട്ടുകൊടുത്താൽ കോൺഗ്രസിലെ നിലവിലുള്ള നേതാക്കൾക്ക് തന്നെ മത്സരിക്കാൻ മണ്ഡലമില്ലാത്ത സാഹചര്യം വരും. അപ്പോൾ സീറ്റൊക്കെ മുന്നണിയുടെ ഭാഗമായിക്കോട്ടെ, അതിനെ എതിർക്കുന്നില്ല. പക്ഷേ സീറ്റ് കൊടുക്കണമെങ്കിൽ അത് ലീഗിൻ്റെ കെയർ ഓഫിലുള്ള, ലീഗിൻ്റെ കൈവശമുള്ള, ലീഗ് റിസ്ക് എടുക്കാൻ തയ്യാറാവുന്ന ഏതെങ്കിലും മണ്ഡലത്തിൽ കൊടുക്കട്ടെ എന്ന ഒരു അഭിപ്രായമാണ് മലപ്പുറത്തെ കോൺഗ്രസ്സുകാർക്കുള്ളത്. അത് അൻവറിൻ്റെ സ്വന്തം മണ്ഡലം, അൻവറിൻ്റെ നാട് ഒതായിയാണ്. ഒതായി നിൽക്കുന്ന ഏറനാടാവട്ടെ, അല്ലെങ്കിൽ അതിന് തൊട്ട് നിൽക്കുന്ന മഞ്ചേരി ആവട്ടെ, അതിനപ്പുറം നിൽക്കുന്ന തിരുവമ്പാടി ആവട്ടെ, ഇതൊക്കെ തന്നെ അൻവറിന് സ്വാധീനമുള്ള മേഖലകൾ കൂടിയാണ് എന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അപ്പോൾ ഈ 3 മണ്ഡലങ്ങളും ലീഗിൻ്റെ കൈവശമാണ്. ലീഗ് വിട്ടുവീഴ്ച ചെയ്യട്ടെ എന്നൊരു അഭിപ്രായമാണ് കോൺഗ്രസിനുള്ളത്. ഇതൊക്കെ ചർച്ചകൾ കഴിഞ്ഞ് ഏത് തരത്തിൽ ഉരുത്തിരിഞ്ഞ് വരുമെന്ന് പറയാനാകില്ല. എങ്കിൽ പോലും ഈ അൻവറിനെ പോലെ ഒരു നേതാവ് UDF ഭാഗമാകുമ്പോൾ അത് കേവലം ഒരു പ്രക്ഷോഭങ്ങളുടെ പേരിൽ മാത്രമാകില്ല, വരുംകാല പ്രവർത്തനങ്ങളുടെ പേരിലും. അതുപോലെ തന്നെ ഇന്നലെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്ത തവണ UDF അധികാരത്തിൽ കയറാൻ എല്ലാ വഴികളും നോക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയും അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ച് സാധ്യമുള്ള കാര്യമല്ല. സ്വാഭാവികമായിട്ടും അൻവറിൻ്റെ സാന്നിധ്യം അതിന് ഉപയോഗപ്പെടുത്തുമെന്ന് തന്നെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത്. അങ്ങനെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ അൻവർ മത്സരിക്കുകയും അൻവറിൻ്റെ ഒപ്പമുള്ളവർക്ക് പരിഗണന കൊടുക്കുകയും വേണം. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടു തന്നെയാണ് മലപ്പുറത്തെ കോൺഗ്രസ്സുകാർ ഇതിനോടൊരു നിസ്സംഗ ഭാവത്തിൽ നിൽക്കുന്നത്. എന്താണ് നേതൃത്വം പറയുന്നതെങ്കിൽ അതിനനുസരിച്ച് തീരുമാനമെടുക്കാം. അവർക്ക് പറയാനുള്ള അവസരം വരുമ്പോൾ ഈ കാര്യങ്ങൾ പറയാം എന്നൊരു നിലപാടാണ് മലപ്പുറത്തെ കോൺഗ്രസിനുള്ളത്. അൻവറാകട്ടെ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതുവരെയൊക്കെ അൻവറിനോടുള്ള UDF സമീപനം സ്വീകാര്യമാണ്. കാരണം എല്ലായിടത്തും അൻവറിനെ തള്ളിപ്പറയാത്ത സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. ലീഗിൻ്റെ നല്ല പിന്തുണയുണ്ട്. കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളൊക്കെ അൻവറിനൊപ്പം തന്നെയുണ്ട്. കെ സുധാകരനൊക്കെ അൻവറുമായി അത്രയും വലിയ ആത്മബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം അൻവർ ഒപ്പം നിൽക്കണം എന്ന് പാർട്ടിക്കുള്ളിൽ ശക്തമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ്. സ്വാഭാവികമായിട്ടും അൻവറിൻ്റെ ഇനിയുള്ള തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലപ്പുറത്തു നിന്നുള്ള കോൺഗ്രസിൻ്റെ അഭിപ്രായം കൂടി ഉണ്ടാകുന്നതെങ്കിൽ ഈ ഒരു കാര്യം അവിടെ ശ്രദ്ധേയമാകും. ലീഗിന് അതിന് തയ്യാറാകുമോ എന്നുള്ള കാര്യവും എന്താണെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ചർച്ചകൾ തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ആലോചനകളിൽ വരുന്ന ഒരു കാര്യം കൂടിയാകും. രഞ്ജിത്ത്. ശരി CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സിറോ മലബാർ സഭ 33ാമത് മെത്രാൻ സിനഡ് സമ്മേളനം പുരോഗമിക്കുന്നു. 11 വരെ നീണ്ടു നിൽക്കുന്ന സിനഡ് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലും വിദേശത്തുമായി സേവനം ചെയ്യുന്നവരും വിരമിച്ചവരുമായ 54 മെത്രാന്മാരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന തർക്കവും അതിനെ തുടർന്ന് ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിനഡിൽ ചർച്ച ചെയ്യും. സിറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെയിൻറ്റ് തോമസിലാണ് സിനഡ് ചേരുക. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ 90,044 ഭക്തർ ദർശനം നടത്തി. ഇന്നും തിരക്ക് തുടരുന്നു. മകരവിളക്കിന് മുന്നോടിയായി ഒരുക്കങ്ങളും സന്നിധാനത്ത് തുടങ്ങി. ശ്രീത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശ്രീത്ത്, ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1 ലക്ഷം കവിഞ്ഞ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെയും സമാനമായ തിരക്ക് തന്നെയാണ്. കണക്കുകൾ കൃത്യമായി വരുമ്പോൾ ഒരുപക്ഷെ ഈ പറഞ്ഞ 1 ലക്ഷത്തിലേക്ക് തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഭക്തർ എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. തീർച്ചയായും. പക്ഷെ ഇന്നലെ എന്തായാലും 1 ലക്ഷം എത്താനുള്ള സാധ്യത ഇനിയില്ല. 90,000 എന്നുള്ളത് ഒരു അന്തിമമായ കണക്കാണ്. ഇന്ന് രാവിലെയും തിരക്കിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ, കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തതിന് സമാനമായ അത്ര തിരക്കില്ല. ഇന്നലെയൊക്കെ ഏതാണ്ട് 7 മണി വരെ 24,000 ഭക്തർ എത്തിയെങ്കിൽ ഇന്നത് 16,000 എന്നതാണ്.
നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, ഒരു കാര്യമുള്ളത്, ഇന്നലെ ഏതാണ്ട് ഉച്ച വരെ മാത്രം 50,000 ഭക്തർ ദർശനം നടത്തിയിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 40,000 ഭക്തരെത്തി. പക്ഷേ സാധാരണഗതിയിൽ അത്ര 50,000 ഭക്തരൊക്കെ ഉച്ചയ്ക്ക് മുൻപ് എത്തിയാൽ അന്ന് 1,00,000 കടന്ന് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണുള്ളത്. അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അത്രത്തോളം വലിയ തിരക്കുണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും തിരക്ക് പല ഘട്ടത്തിലാണ് ഉയർന്നു വരുന്നത്. ഇന്നിപ്പോ രാവിലെ സാധാരണഗതിയിൽ ഏതാണ്ട് എല്ലാ ദിവസവും രാവിലെ ഒരു 7 മണിയോടെ ഒരു 24,000-ത്തിലധികം ആളുകൾ എത്താറുണ്ട്. പക്ഷെ ഇന്ന് അത്രയും എത്തിയിട്ടില്ല. ഇനിയും എത്താനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോ പൂജയൊക്കെ കഴിഞ്ഞതുകൊണ്ടുള്ള വലിയ തിരക്കാണ്. ഫ്ലൈ ഓവർ നിറഞ്ഞ ഭക്തർ ഇവിടെ കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്നാലും ഇനിയുള്ള ദിവസങ്ങളിലും തിരക്ക് കൂടും. പ്രത്യേകിച്ച് ഒരു 10-ാം തീയതിയോടുകൂടിയൊക്കെ ഇവിടെ കൂടുതൽ ഭക്തർ എത്തും. പർണശാല കെട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവർ പോകും എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. തിരുവാഭരണ ഘോഷയാത്ര ഞായറാഴ്ചയാണ് പന്തളത്ത് നിന്ന് പുറപ്പെടുക. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും നടന്നു വരികയാണ്. എന്തായാലും വലിയ ആഘോഷത്തിലേക്ക്, അതിന്റെ ഉത്സവാഘോഷത്തിലേക്ക് ശബരിമല സന്നിധാനം ഫലത്തിൽ മാറുന്ന കാഴ്ചയാണുള്ളത്. ഇതുവരെ കണ്ടതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടെ എത്തുന്ന ഭക്തർ പർണശാലയൊക്കെ അടിച്ച് തമ്പടിച്ച് കാത്തു നിൽക്കും മകര വിളക്ക് ദർശനത്തിന്. എന്തായാലും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും സന്നിധാനത്ത് തുടങ്ങിക്കഴിഞ്ഞു. രഞ്ജിത്ത്. ശരി, ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമലയിലെ കൊടിക്കൂറ കൊണ്ട് ഉത്സവം നടത്തുന്ന ഒരു അപൂർവ ക്ഷേത്രം കേരളത്തിലുണ്ട്. കോതമംഗലം, തൃക്കാരിയൂർ, അറക്കുളം ശ്രീ ധർമ്മശാസ്ത ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ആചാരം കൊണ്ട് ഈ അപൂർവത നിലനിൽക്കുന്നത്. ഇത്തവണത്തെ ഉത്സവത്തിനായി ശബരിമലയിൽ നിന്നും ക്ഷേത്രം ഭാരവാഹികൾ ആചാരപരമായി കൊടിക്കൂറ ഏറ്റുവാങ്ങി. ആചാരങ്ങളുടെ അപൂർവതകൾ കൊണ്ട് ശ്രദ്ധേയമാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ അപൂർവതയ്ക്ക് ഒരു തുടർച്ചയാണ് കോതമംഗലം, തൃക്കാരിയൂർ, അറക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ശ്രീ മഹാദേവ ക്ഷേത്രം. ശബരിമലയിലെ കൊടിക്കൂറയും മണിയും കൊണ്ട് ഉത്സവം നടത്തുന്ന അപൂർവത. ഇത്തവണത്തെ ഉത്സവത്തിനായി ശബരിമലയിലെത്തി ക്ഷേത്രം ഭാരവാഹികൾ കൊടിക്കൂറ ഏറ്റുവാങ്ങി. അടുത്ത വർഷം ഇവിടെ കൊടിയേറ്റുന്ന കൊടിക്കൂറ അടുത്ത വർഷം അവിടെ അറക്കുളം ക്ഷേത്രത്തിൽ അതായത് ദേവസ്വത്തിലെ ഉത്സവങ്ങള് ധ്വജാതി, പടഹാതി, അങ്കുരാതി എന്ന 3 തരത്തിലുള്ള ഉത്സവങ്ങളാണുള്ളത്. അറക്കുളം ക്ഷേത്രത്തിൽ നടക്കുന്നത് പടഹാതി ഉത്സവം, അതായത് പൊട്ടിപ്പുറപ്പെടുന്ന ഉത്സവം എന്ന് പറയും. അത്തരത്തിലുള്ള ഒരു ഉത്സവമാണ് അറക്കുളം ക്ഷേത്രത്തിൽ നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്ന കൊടി അവിടെ ഒരു ഉയർത്തിക്കെട്ട് കൊടികേറ്റ് പോലെയുള്ള ചടങ്ങല്ല. ജനുവരി 24 മുതൽ 31 വരെയാണ് ഉത്സവം. നൂറ്റാണ്ടുകളായുള്ള പാരമ്പര്യമാണിതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു 4-5 തലമുറയ്ക്ക് മുമ്പുള്ളതാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചടങ്ങാണ്. ഇവിടുത്തെ ഉത്സവം അറക്കുളം അമ്പലത്തിൽ കൊടിയേറും എന്നുള്ളതാണ് അതിന്റെ ശരിക്കുള്ള ഒരു ചടങ്ങ്. ഇവിടുന്ന് കൊടി കൊണ്ടുപോയി അവിടെ ഉത്സവം കൊടിയേറുന്നു. ക്ഷേത്രം അവകാശികളായ താഴത്തുമനക്കൽ ഗോപാലകൃഷ്ണ സ്വാമിയുടെ നേതൃത്വത്തിൽ പുല്ലുമേട് വഴി സന്നിധാനത്തെത്തിയാണ് കൊടിക്കൂറയും മണിയും ഏറ്റുവാങ്ങിയത്. ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപമായ മഞ്ജുളാൽത്തറ പുനർനിർമ്മിക്കുന്നു. വെങ്കലത്തിൽ നിർമ്മിച്ച ഗരുഡന്റെ പ്രതിമ സ്ഥാപിച്ചാണ് പുതുക്കി നിർമ്മിക്കുന്നത്. നിലവിലുള്ള അളവിൽ മാറ്റം വരുത്താതെയാണ് മഞ്ജുളാൽത്തറ പുതുക്കി നിർമ്മിക്കുന്നത്. ഇതിനായി വെങ്കലത്തിലുള്ള ഗരുഡപ്രതിമയുടെ നിർമ്മാണം പയ്യന്നൂരിൽ പൂർത്തിയായി. ഉണ്ണി കാനായിയാണ് ശില്പി. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയാകും ശില്പം ഗുരുവായൂരിൽ എത്തിച്ചേരുക. അടിത്തറയുടെ നിർമ്മാണം തുടരുകയാണ്. പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രതിമ എത്തിക്കും. ആൽനില നിർത്തിയാകും പുതിയ കരിങ്കൽ തറ നിർമ്മിക്കുക. ഭക്തനായ വേണു കുന്നപ്പിള്ളിയാണ് ശില്പം സ്പോൺസർ ചെയ്യുന്നത്. മഞ്ഞാൽത്തറ പുതുക്കി പണിയുമ്പോൾ വളരെ സന്തോഷമാണ് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഗുരുവായൂർ വരുന്ന ഭക്തന്മാർ ആദ്യം കാണുന്നത് ഈ മഞ്ഞാൽത്തറയാണ്. അപ്പോൾ അത് പുതുക്കി പണിയുമ്പോൾ മനസ്സിലൊരു സന്തോഷം. ഈ ആൽമരം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ സന്തോഷമാണ്. ഈ തീരുമാനം എടുത്ത ഭരണസമിതിക്കും ഇവിടുത്തെ എല്ലാവർക്കും, ഞങ്ങൾക്ക് ഗുരുവായൂരിലെ ആളുകൾക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഇത് ചെയ്യുന്നത്. 1.25 കോടി രൂപയാണ് നിർമ്മാണ ചിലവ്. ദേവസ്വം എഞ്ചിനീയർമാരാണ് മേൽനോട്ടം വഹിക്കുന്നത്. മാർച്ചിൽ പുനർനിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 തൃശൂർ. ഹണി റോസിനെതിരായ സൈബർ ആക്രമണ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചു എന്നൊരു പുതിയ വാർത്തയുണ്ട്. ACP ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. സെൻട്രൽ SHOയ്ക്കാണ് അന്വേഷണ ചുമതല. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിനും
സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ബോബിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലെ അശ്ലീല കമന്റിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. നവമി, നേരത്തെ നമുക്കറിയാം ഗൗരവമായി പരാതി സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരം? പുതിയ സംഘം അന്വേഷണം ആരംഭിച്ചോ? രഞ്ജിത്ത്, പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘം ഇനി പ്രവർത്തിക്കുക. സെൻട്രൽ SHOയ്ക്കായിരിക്കും അന്വേഷണ ചുമതല. ഒപ്പം സൈബർ സെൽ അംഗങ്ങളും ഈ അന്വേഷണത്തിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഹണി റോസിന്റെ സൗകര്യം കൂടി നോക്കിയതിനു ശേഷമായിരിക്കും മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അല്പസമയം മുമ്പാണ് ഈ സെൻട്രൽ പോലീസിന് ഇത്തരം ഒരു സംഘത്തെ രൂപീകരിച്ചതായി അറിയിച്ചത്. എന്നാലും ഉടനെ തന്നെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ ശ്രമം. എന്തായാലും 10 മണിയോടുകൂടി ഹണി റോസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കേരളത്തിന് പുറത്താണ്, ബാംഗ്ലൂരാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതോടൊപ്പം ബോബി ചെമ്മണ്ണൂർ ഇനി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് മുന്നിലുള്ള. എന്തായാലും വരും മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. എന്തായാലും ഹണി റോസിന്റെ പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സെൻട്രൽ പോലീസിന്റെ തീരുമാനം. കമ്മീഷണർ അടക്കം കണ്ടതിന് ശേഷമാണ് ഹണി റോസ് ഈ പേര് വെളിപ്പെടുത്തി പരാതി അടക്കം നൽകുവാനായി തീരുമാനിച്ചിരിക്കുന്നതും. ഇന്നലെ ബോബി ചെമ്മണ്ണൂർ ഒരു വിശദീകരണവുമായി എത്തിയിരുന്നു. ഹണി റോസിന് തന്റെ പരാമർശം ബുദ്ധിമുട്ടിച്ചു എങ്കിൽ ക്ഷമ ചോദിക്കുന്നു, ഇനി അത്തരത്തിലുള്ളൊരു പരാമർശം ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കേസായ സാഹചര്യത്തിൽ ഇനി നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയല്ലാതെ മറ്റ് വഴികളൊന്നും ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുമില്ല. എന്തായാലും പരാതിയിൽ നിന്നും പിൻവലിയില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ഹണി റോസ് ഉറച്ചു നിൽക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക് അന്വേഷണം ആരംഭിച്ചു എന്നുള്ള വിവരം തന്നെയാണ്. പ്രത്യേക സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുക. ഒരു പക്ഷേ അറസ്റ്റിലേക്ക് പോലും നീങ്ങിയേക്കാം. ബോബി ചെമ്മണ്ണൂരിന് അത്ര സുഖകരമല്ല കാര്യങ്ങൾ. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 4 CPIM നേതാക്കൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അപ്പീലിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് വരെ ശിക്ഷാവിധി നടപ്പാക്കുന്നത് തടയണമെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ ഉപഹർജിയും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ഉപഹർജിയിലെ ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചാൽ ശിക്ഷാവിധി നടപ്പാക്കുന്നതിന് വിലക്കുണ്ടാകും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കൊല്ലത്ത് ജനവാസ മേഖലയിൽ ബീവറേജസ് ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിനെതിരെ പ്രതിഷേധം. പുനലൂർ തൊളിക്കോടാണ് ബെവ്കോ ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നത്. പുനലൂർ FCI ഗോഡൌണിന് സമീപമുള്ള കെട്ടിടത്തിലാണ് നിലവിൽ ബെവ്കോ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെയാണ് തൊളിക്കോട് പുതിയ ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നത്. ലോക്കൽ സെയിലും പ്രീമിയം കൗണ്ടറുമാകും തൊളിക്കോട് പ്രവർത്തിക്കുക. എന്നാൽ ജനവാസ മേഖലയിൽ ബിവറേജസ് ഔട്ട്ലെറ്റ് വേണ്ടെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജനവാസ മേഖലയിൽ നിന്നും ഔട്ട്ലെറ്റ് ഒഴിവാക്കും വരെ സമരം ചെയ്യാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 പുനലൂർ. പെരിങ്കളിയാട്ടത്തിനൊരുങ്ങി കാസർഗോഡ് തൃക്കരിപ്പൂർ ശ്രീ രാമവല്യം കഴകം. 25 വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന പെരിങ്കളിയാട്ടം ആഘോഷമാക്കുകയാണ് ഭക്തർ. ആചാരപ്പെരുമയോടെയായിരുന്നു ചടങ്ങ്. ആചാരനിഷ്ഠയോടെ മുറിച്ചെടുത്ത കവുങ്ങ് 40 കിലോമീറ്റർ താണ്ടി കാൽനടയായാണ് കഴുകത്തിലെത്തിച്ചത്. ചീമേനി പുലിയന്നൂർ താഴത്ത് വീട് തറവാട്ടിൽ നിന്നാണ് ക്ഷേത്രത്തിലേക്കുള്ള കവുങ്ങെത്തിക്കുന്നത്. ചെണ്ടവാദ്യങ്ങളും ബാല്യക്കാരുടെ നാമജപ സങ്കീർത്തനങ്ങളും യാത്ര ഭക്തിനിർഭരമാക്കി. പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി അരങ്ങിലേക്കെത്തുന്ന ഭഗവതിമാരുടെ തിരുമുടിക്ക് വേണ്ടിയുള്ള കവുങ്ങ് മഞ്ഞൾ കുറിയിട്ട് സ്വീകരിച്ചു. തുടർന്ന് ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. 25 വർഷങ്ങൾക്ക് ശേഷമാണ് തൃക്കരിപ്പൂർ ശ്രീ രാമവല്യം കഴകത്തിൽ കളിയാട്ട മഹോത്സവം. ന്യൂസ് 18 തൃക്കരിപ്പൂർ. സാധാരണ പക്ഷിമൃഗാദികളെയൊക്കെ വീട്ടിൽ വളർത്തുന്നത് പതിവാണ്. എന്നാൽ കണ്ണൂരിലെ ഇബ്രാഹിം കുട്ടി കുറച്ച് വ്യത്യസ്തനാണ്. ഇദ്ദേഹത്തിന്റെ വിനോദത്തെ കുറിച്ച് അറിയാം.
മൊറാഴ കുളിച്ചാലിലെ ഇബ്രാഹിം കുട്ടിയുടെ ഇഷ്ടം കുറച്ചു വ്യത്യസ്തമാണ്. പലരും പൂച്ചകളെയും നായ്ക്കളെയുമൊക്കെ വളർത്തുമ്പോൾ എമു വളർത്തലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മലയാറ്റൂരിലെത്തി 4 എമുകുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വളർത്തി മുട്ട വിരിയിച്ചു. അങ്ങനെ ഇപ്പോൾ 29 എണ്ണം ഉണ്ടിവിടെ. റാട്ടറ്റ് വർഗത്തിൽപ്പെട്ട പക്ഷിയാണ് എമു. ഏതുതരം പ്രതികൂല സാഹചര്യങ്ങളുമായി ഇണങ്ങുമിവ. എമുവിന്റെ മുട്ടയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഒരു മുട്ടയ്ക്ക് 1000 രൂപയാണ് വില. ഒരെണ്ണം ശരാശരി 750 മുതൽ 800 ഗ്രാം വരെ തൂക്കമുണ്ടാകും. ഉത്തർപ്രദേശിലേക്കാണ് പ്രധാനമായും മുട്ടകൾ കയറ്റി അയക്കുന്നത്. മുട്ടയ്ക്ക് ഭയങ്കര പ്രതിരോധ ശക്തിയും ഇതുമാണ് ഒക്കെയാണ് അവർ പറയുന്നത്. അവർ ചികിത്സാ രീതി, അങ്ങനെ ചികിത്സേൻ്റെ ഭാഗമായിട്ട് ഒരു മുട്ട 5 ദിവസമാണ് ഒരാൾ കഴിക്കേണ്ടത് മരുന്നെന്ന രീതിയിൽ. വിനോദത്തിനുമപ്പുറം മികച്ച വരുമാനം കൂടിയാണ് എമു വളർത്തലിലൂടെ ലഭിക്കുന്നത്. ഇനി ഒട്ടകപക്ഷികളെ കൂടി വളർത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. ന്യൂസ് 18 തളിപ്പറമ്പ്. പാലക്കാട് നടുവട്ടം ജനതാ സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് പുതിയ കെട്ടിടമൊരുങ്ങുന്നു. 5 ക്ലാസ് മുറികൾ അടക്കമുള്ള സൗകര്യങ്ങളാകും സജ്ജമാവുക. നടുവട്ടം സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2 നിലകളിലായാണ് കെട്ടിടം. 5 ക്ലാസ് റൂമുകൾ, ലാബ്, പ്രിൻസിപ്പൽ ക്യാബിൻ, സ്റ്റാഫ് റൂം തുടങ്ങിയവ കെട്ടിടത്തിലാകും. പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. ഇലക്ട്രിക് ജോലികളും പെയിന്റിംഗ് അടക്കമുള്ളവ മാത്രമാണ് ബാക്കിയുള്ളത്. പുതിയ കെട്ടിടം അടുത്ത മാസം തുറന്നു കൊടുക്കാനാണ് തീരുമാനം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ അവിടെ 3ാമത്തെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 2 കോടി രൂപ അനുവദിച്ച ഹയർ സെക്കൻഡറിയുടെ കെട്ടിടത്തിൻ്റെ നിർമ്മാണമാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ടൈൽ വർക്ക് അടക്കമുള്ള കുറച്ച് ഫിനിഷിംഗ് വർക്കുകളാണ് ബാക്കിയുള്ളത്. അത് ഉടനെ തന്നെ ചെയ്തുകൊണ്ട് അടുത്ത മാസം, അതായത് ഫെബ്രുവരിയിൽ തന്നെ നിർമ്മാണം എല്ലാം പൂർത്തീകരിച്ച് വിദ്യാർത്ഥികൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നടുവട്ടത്തെ ജനങ്ങളുടെ ഏറെക്കാലത്തെ ശ്രമഫലമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ന്യൂസ് 18 പാലക്കാട്. ഇന്ന് ഇത് സംഭവിക്കും. അപമാനിച്ചുവെന്ന നടി ഹണി റോസ് നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് ഉണ്ടായേക്കും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സമൂഹമാധ്യമങ്ങളിലെ അശ്ലീല കമന്റിൽ കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട്. അശ്ലീല കമന്റിട്ട സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. DCC ട്രഷറർ NM വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവം പരിശോധിക്കുന്ന KPCC സംഘം വയനാട്ടിൽ. വിജയന്റെ കുടുംബത്തെ സംഘം കാണും. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ M ലിജു, TN പ്രതാപൻ, സണ്ണി ജോസഫ് എന്നിവരാണ് സംഘത്തിലുള്ളത്. PV അൻവറിന്റെ UDF പ്രവേശന ചർച്ചകൾ സജീവമായി. അൻവർ ഇന്ന് തിരുവനന്തപുരത്ത് എത്തി UDF നേതാക്കളെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സാദിഖലി തങ്ങളുമായും കുഞ്ഞാലിക്കുട്ടിയുമായും അൻവർ ചർച്ച നടത്തിയിരുന്നു. അതേസമയം അൻവറിനെ UDFൽ എടുക്കുന്നതിനെതിരെ മലപ്പുറത്തെ കോൺഗ്രസുകാർക്ക് കടുത്ത എതിർപ്പാണ്. നാട്ടിലും വിദേശത്തുമായുള്ള സിറോ മലബാർ സഭാ ബിഷപ്പുമാർ പങ്കെടുക്കുന്ന സിനഡ് കൊച്ചിയിൽ തുടരുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന തർക്കവും അതിനെ തുടർന്ന് ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിനഡിൽ ചർച്ച ചെയ്യുന്നുണ്ട്. സിറോ മലബാർ സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിലാണ് സിനഡ് ചേരുന്നത്. കഴിഞ്ഞ ദിവസം സഭാ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലാണ് സിനഡ് ഉദ്ഘാടനം ചെയ്തത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്നാണ്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ 39 സമിതി അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കും. ബിൽ നേരത്തെ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. 90 ദിവസത്തിനുള്ളിൽ സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ബിൽ ഏകാധിപത്യമാണെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശിൽ എത്തും. 65,000 കോടി രൂപയുടെ സുപ്രധാന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. 3ാം തവണ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ ആന്ധ്ര സന്ദർശനം കൂടിയാണിത്. മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു, ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ തുടങ്ങിയവർക്കൊപ്പം മോദി വിശാഖപട്ടണത്ത് റെയിൽവേ സോണിന് തറക്കല്ലിടും. ഇതിനു പുറമെ അബുഡിമടകയിൽ NTPCയുടെ സംയോജിത ഗ്രീൻ ഹൈഡ്രജൻ ഹബിന് തറക്കല്ലിടും. വഖഫ് മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സെമിനാറിന് ഇന്ന് തുടക്കം. സെമിനാർ നാട്ടുരാജ്യങ്ങളിലെ പാരമ്പര്യം, സംഭാഷണം, യോജിപ്പ്, വഖഫ് മൗലവിയും അദ്ദേഹത്തിന്റെ സമകാലികരും എന്ന വിഷയത്തിലാണ്. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും.
ശശി തരൂർ MP, മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ, ചരിത്രകാരൻ ഡോക്ടർ രക്ഷന്ദ്ര ജലീൽ തുടങ്ങിയവരും ചടങ്ങിലുണ്ടാകും. കലോത്സവവും ഇന്ന് കൊടിയിറങ്ങുന്നുണ്ട്. വൈകിട്ട് 5 മണിക്കാണ് മുഖ്യമന്ത്രി അടക്കം ടൊവിനോ തോമസും ആസിഫ് അലിയും അടക്കം പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ്. വൈകുന്നേരം 5 മണിക്കാണ് കലോത്സവത്തിന് ഇന്ന് സമാപനം. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. GTech ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനമാണ്. സ്വർണ്ണക്കപ്പിനായി കണ്ണൂരും തൃശ്ശൂരും പാലക്കാട് തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരങ്ങളായ ടൊവിനോയും ആസിഫ് അലിയും പങ്കെടുക്കും. ഷംന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഷംന, വലിയ 5 ദിവസങ്ങൾ, കലയുടെ 5 ദിവസങ്ങൾ പ്രൗഢഗംഭീരമായിരുന്നു. ഒരുപാട് ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം അത് കടുക്കുകയാണല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, അത് തന്നെയാണ്. 5 ദിവസത്തെ ഉത്സവ മാമാങ്കം ഇന്ന് കൊടിയിറങ്ങുമ്പോൾ ഒപ്പത്തിനൊപ്പമാണ് തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോടൊക്കെ ഒപ്പത്തിനൊപ്പമാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ ഉള്ളത് പ്രധാന വേദിയിലാണ്. ഇവിടെ അല്പസമയത്തിനകം തന്നെ വലിയൊരു തിരക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് സമാപനമായതുകൊണ്ട് 10 വേദികളിലാണ് ഇന്ന് മത്സരമുള്ളത്. ഏകദേശം ഉച്ചയ്ക്ക് ഒരു 2 മണിയോടുകൂടി എല്ലാ മത്സരങ്ങളും, അതായത് 249 ഐറ്റംസ് ആണ് മൊത്തം ഇത്തവണത്തെ കലോത്സവത്തിൽ ഉണ്ടായിരുന്നത്. അത് മുഴുവനായും അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും വലിയൊരു ആഘോഷമായിരുന്നു ഈ ഇത്തവണത്തെ കലോത്സവം, അത് എടുത്തു പറയേണ്ടതാണ്. ഈ അനന്തപുരിയുടെ മണ്ണിൽ വലിയൊരു ആഘോഷത്തോടു കൂടി ഏറ്റവും നല്ല രീതിയിലാണ് ഇത്തവണത്തെ ഇതുണ്ടായിരുന്നത്. ഒപ്പം തന്നെ കലോത്സവം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സന്ദേശം കൂടി കൊടുക്കുന്ന ഒരു കാര്യമാണ്. യുവജനോത്സവം ഈ പുതുതലമുറയ്ക്ക് എപ്പോഴും നല്ല സന്ദേശങ്ങൾ കൊടുക്കാനുള്ള ഒരു വേദി കൂടിയാണ് കലോത്സവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ കൊല്ലം ജില്ലയിലുള്ള കുറച്ച് കുട്ടികളുണ്ട്. ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനുമായി, അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു അവബോധവുമായിട്ടൊരു അടിപൊളി ഫ്ലാഷ് മോബൊക്കെ ആയിട്ടാണ് ഇവർ എത്തിയിട്ടുള്ളത്. അപ്പോൾ മോളെ പേരെന്താ? ശ്രേയ. ഏത് സ്കൂളിനാ നിങ്ങൾ? ഞങ്ങൾ GFH സ്കൂളിൽ. എന്താണ് ഇങ്ങനെ ഒരു ക്യാമ്പയിനുമായിട്ട് വരാനുള്ള കാര്യം എന്താണ്? ഞങ്ങളിത് ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. ലഹരിക്കെതിരെ ഇങ്ങനെ ഈ കലോത്സവ വേദിയിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്താം എന്നുള്ള ഐഡിയ ആരുടെ ആയിരുന്നു? ഞങ്ങളുടെ ടീച്ചറിന്റെ ആയിരുന്നു. അപ്പൊ നമുക്ക് ആ ടീച്ചറെ ഒന്ന് വിളിക്കാം. ടീച്ചറിന്റെ ഐഡിയ ആയിരുന്നു. കാരണം നമുക്കറിയാം ഈ ലഹരി ഇന്നത്തെ കാലത്ത് എത്രത്തോളം വലിയ പ്രശ്നമായി മാറുകയെന്ന്. അപ്പോൾ ഈ ലഹരിക്കെതിരെ അത്രയും വലിയൊരു പോരാട്ടം ഇങ്ങനെ ഒരു വേദിയിൽ നടത്തിയത് ഈ ടീച്ചറാണ്. അപ്പൊ ഇവരുടെ ടീച്ചറെ കൂടി വിളിക്കാം. ടീച്ചറുടെ പേരെന്താണ്? ശൈലജ. എന്തായിരുന്നു ഇങ്ങനെ ഒരു ഐഡിയ ഈ കലോത്സവ വേദിയിൽ കൊണ്ടുവരാമെന്ന് തോന്നാനുള്ള കാര്യം? വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്ലാസ് റൂം അന്തരീക്ഷത്തിലുള്ള പഠനം മാത്രമല്ലല്ലോ. അപ്പോൾ അവരുടെ ഒരു സാമൂഹിക പ്രതിബദ്ധതയും മൂല്യബോധവും വളരണമെങ്കിൽ ഇതുപോലെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുക തന്നെ ചെയ്യണം. അവരായി തീരുകയാണ്. ഇപ്പോൾ ഒരു ഫ്ലാഷ് മോബ് എന്ന് പറയുമ്പോൾ അവരത് അഭിനയിക്കുമ്പോൾ അവർക്കൊരു ഉത്തരവാദിത്തമാണ്. അത് സമൂഹത്തിലെ ഒരു വിപത്തിനെതിരെ, ഒരു അനീതിക്കെതിരെ പോരാടേണ്ടതും അതുപോലെ അതിനുവേണ്ടി എന്തെങ്കിലും സജഷൻ പറയേണ്ടതും എല്ലാം ഞങ്ങളുടെയും കൂടി ഉത്തരവാദിത്തം എന്നുള്ളൊരു ബോധം ഇവർക്ക് വരുന്നു. ഇത് കാണുന്ന വേറെ കുട്ടികൾക്ക് തോന്നുന്നത് എന്താണ്, ഇതുപോലെ ഞങ്ങൾക്കും ചെയ്യാം, ഞങ്ങൾക്കും ഇതുപോലെ ഒരു വിപത്തിനെതിരെ അല്ലെങ്കിൽ ഒരു അനീതിക്കെതിരെ പ്രതികരിക്കേണ്ടത് ഞങ്ങളുടെയും ഉത്തരവാദിത്തമാണെന്ന് കുട്ടികൾക്കും തോന്നുകയാണ്. കൂടാതെ നമുക്കറിയാം ദിവസം പ്രതി കൂടി വരുന്ന ഈ ലഹരി ഉപയോഗം അത് കുട്ടികളിൽ എന്നല്ല സമൂഹത്തിൽ മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിപത്തിനെതിരെ ഈ കുട്ടികളെ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഈ ഒരു ഫ്ലാഷ് മോബ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയുടെയെങ്കിലും മനസ്സിൽ ഒരു മാറ്റം അത് വരിക എന്ന് പറഞ്ഞാൽ വലിയതാണ്. ഒരു രത്നാകരൻ വാൽമീകിയാകുവാൻ വലിയ പ്രയാസമൊന്നും വന്നില്ല. അതുപോലെ ഒരു പരിവർത്തനം, എല്ലാ മനസ്സുകളിലും ഒരു പരിവർത്തനം ഉണ്ടാക്കുക, ഇത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളും അതിനുവേണ്ടി GFH സ്കൂൾ അതിനുവേണ്ടി ഇത് ഒരുക്കിയിരിക്കുന്നത്. ടീച്ചർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ടീച്ചറുടെ മുഖത്ത് പല പല ഭാവങ്ങൾ ഇങ്ങനെ മിന്നി മറിയുന്നത് കണ്ടു. പഴയ കലാപ്രതിഭ വല്ലതുമാണ്? കലോത്സവ ഓർമ്മകൾ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല.
എനിക്ക് നമ്മുടെ നാടിൽ അല്ലെ നമ്മുടെ നാട്ടിന് നമ്മുടെ ഒരു സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ യുവതലമുറ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അവരിലൂടെയാണ് നമുക്കത് നടപ്പിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ നോക്കുന്നത്. അത് തന്നെയാണ് രഞ്ജിത്ത്, യുവതലമുറ നമ്മൾ ഈ അനീതിക്കെതിരെ പോരാടേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ ഒരു ചെറിയ പെർഫോമൻസ് കാണാം ടീച്ചറെ. ഇതെന്താണ് ഈ കാണുന്നത്? നിങ്ങൾക്കിതെന്ത് പറ്റി? ഇതാണോ സന്തോഷം? എവിടെ പോയി നമ്മുടെ ആഹ്ലാദം? എങ്ങും ഞരക്കല്ല, അലർച്ചകൾ, അമ്മമാരുടെ തേങ്ങലുകൾ, നാട്ടുകാരുടെ പരിഹാസം, ഭ്രാന്താവസ്ഥ, ഒരു തരം നിർജീവാവസ്ഥ. കൂട്ടരെ, ഇതാണോ നമുക്ക് വേണ്ടത്? ഇതാണോ ന്യൂ ജനറേഷൻ? ഇതാണോ പാളയുടെ വാഗ്ദാനങ്ങൾ? ഇങ്ങനെ പോയാൽ എന്താവും നമ്മുടെ നാടിന്റെ ഭാവി? കൂട്ടരെ, വേണ്ട വേണ്ട, കൂട്ടരെ വേണ്ട. തിരിച്ചു വരുവിൻ, തിരിച്ചു വരുവിൻ, തിരിച്ചു വരുവിൻ. കൂട്ടുകാരി, നിനക്കിത് എന്ത് പറ്റി? നമ്മുടെ കൂട്ടുകാരല്ലേ ആ ഓടി മറഞ്ഞത്? അല്ല, ലഹരിക്കടിമകളായ ഭീരുക്കൾ. ഈ തലമുറയെ കാർന്നു തിന്നുന്ന മഹാവിപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ ആരുമില്ലേ? ഞങ്ങളുണ്ട്, ഞങ്ങളുണ്ട്, ഞങ്ങളുണ്ട്. ഇവിടെ ആരാണ് ഉണരേണ്ടത്? ഒരാളെ ഉണർത്താൻ, ഉയർത്താൻ, നേർവഴിക്ക് നടത്താൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. ആർക്ക്? അവരവർക്ക് തന്നെ. സുഖം തരുമെന്ന് പറഞ്ഞവൻ എവിടെ? ഭ്രാന്തനാക്കിയില്ലേ? അവസാനം അവനെ തന്നെ ഇല്ലാതാക്കി. ഇതാണോ സുഖം? മരണത്തിലേക്കുള്ള വഴി. നമുക്ക് പോരാടാം ഈ മഹാവിപത്തിനെതിരെ. മാറണം, മാറ്റണം, ചിന്താഗതികൾ മാറ്റണം. നമുക്ക് കൈകോർത്തുന്നായി പാടാം.
രഞ്ജിത്ത്, അത് തന്നെയാണ് ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത് എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു? ഞങ്ങളൊരു 1 month. ഇതിനു വേണ്ടി വന്നതാ, ഈ ക്യാമ്പയിന് വേണ്ടി വന്നതാണോ അതോ യൂത്ത് ഫെസ്റ്റിവലിന് വേറെ എന്തെങ്കിലും? ഇല്ല, ക്യാമ്പയിന് വേണ്ടിയായിട്ട് വന്നതാണ്. രഞ്ജിത്ത്, എന്തായാലും എനിക്ക് തോന്നുന്നു ഇത്രയും നല്ലൊരു സന്ദേശം കൊടുക്കാൻ ഇതിനേക്കാൾ മികച്ചൊരു വേദി ഉണ്ടാവില്ല. കാരണം ഈ പുതുതലമുറ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും വാഗ്ദാനവും ഒക്കെ. അവർക്ക് ഇത്രയും നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ഈ യുവജനോത്സവം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് വേദി. ഇനി ഇന്നത്തെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സമാപനം. നമ്മുടെ ടൊവിനോ തോമസ്, ആസിഫ് അലി ഒക്കെ ഇന്ന് എത്തും. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇവിടെയുള്ള എല്ലാവരും. അല്പസമയത്തിനകം തന്നെ, വൈകിട്ടാണ് പരിപാടിയെങ്കിലും അല്പസമയത്തിനകം തന്നെ ഈ വേദിയൊക്കെ നിറഞ്ഞ് ഒഴുകാൻ പോവുകയാണ്. നമ്മളിപ്പോൾ പ്രധാന വേദിയുടെ സമീപത്താണുള്ളത്. അപ്പോൾ വൈകിട്ട് 5 മണിയോടുകൂടി അവരൊക്കെ എത്തും. അതിനേക്കാൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, 5 ദിവസത്തെ ഉത്സവം കൊടിയിറങ്ങുമ്പോൾ ഇന്ന് സ്വർണ്ണക്കപ്പ് നേടുന്നത് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. കാരണം തൃശ്ശൂരും കോഴിക്കോട്, പാലക്കാട് ജില്ലകൾ ഒപ്പത്തിനൊപ്പമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരാണ് മുന്നിലെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ ഒന്ന് ചെറുതായി മുന്നിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒപ്പത്തിനൊപ്പമാണ്. അപ്പോൾ അവസാന ദിവസം ഇന്ന് സ്വർണ്ണക്കപ്പ് ആരെടുക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുവേണ്ടി തന്നെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതും. ഒപ്പം തന്നെ ഇന്നലെ നടന്ന മത്സരങ്ങൾ, പ്രത്യേകിച്ച് സംഘനൃത്തത്തിനൊക്കെ ഈ വേദിയിലൊന്ന് കാല് കുത്താൻ സ്ഥലമില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. അത്രയും ആഘോഷത്തോടെ ആവേശത്തോടെയാണ് ഇത്തവണത്തെ കലോത്സവത്തിന്, ഇത്തവണത്തെ സംസ്ഥാന കലോത്സവത്തിന് ഈ അനന്തപുരി ഏറ്റെടുത്തത്. അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്ക് അല്ലെങ്കിൽ ആ ആവേശത്തിൻ്റെ ഒരു ബാക്കി അത് ഇന്ന് സമാപന ദിവസമായി ഇന്ന് കൂടി ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അവസാന ഇനങ്ങൾ അത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ കംപ്ലീറ്റ് ആകും. അതിനുശേഷം മറ്റ് 5 മണിയോടുകൂടി മറ്റ് സമാപന പരിപാടികൾ, മുഖ്യമന്ത്രി ടൊവിനോ തോമസ്, ആസിഫ് അലി ഒക്കെ എത്തും. ആ ഒരു ത്രില്ലിലാണ് ഇവിടെയുള്ളവർ. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ കലോത്സവത്തിന് മമ്മൂട്ടി എത്തിയപ്പോൾ ഉണ്ടായ ഒരു തിരക്ക്, കൊല്ലത്തെ തിരക്കൊക്കെ. അപ്പോൾ അതുപോലെ വളരെ മികച്ച ഒരു സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഇന്ന് ഈ അതിഥികൾ എത്തുന്നതിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ഈ പ്രധാന വേദിയിൽ നടക്കാൻ പോകുന്നത് നാടോടി നൃത്തമാണ്. അല്പസമയത്തിനകം നാടോടി നൃത്തം ആരംഭിക്കും. ഇപ്പോൾ ബാക്ക് സ്റ്റേജിൽ കുട്ടികളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 9:30 കൂടി തന്നെ മത്സരങ്ങൾ തുടരാനാകും. ഒപ്പം തന്നെ മറ്റ് കേരള നടനം പോലത്തെ ഐറ്റംസ് ആണ് ഇന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലും എക്സൈറ്റ്മെന്റിലും ഈ അവസാന ദിവസം കപ്പ് ആര് കൊണ്ടുപോകും എന്നുള്ള ഒരു വലിയ ചോദ്യത്തിന് ആൻസർ പ്രതീക്ഷിച്ചൊക്കെയാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. അപ്പോൾ അതാണ് അവസാന ദിവസത്തെ കൊടിയിറക്ക ദിവസത്തെ വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇന്ന് സമാപനമാണ് ഉണ്ടാകുന്നത്. കൊല്ലത്ത് നിന്നും ഒരു സ്കൂൾ മുഴുവൻ എത്തിയിരിക്കുകയാണ് സഹപാഠികൾക്ക് ആവേശം പകരാൻ. വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ എല്ലാവരുമാണ് ഇരുള നൃത്തത്തിന് ആവേശം പകരാൻ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലെത്തിയത്. എന്റെ പുറകെ കാണുന്ന ഈ ടീമില്ലേ, ചേട്ടന്മാരുടെ ഡാൻസ് കാണാൻ വേണ്ടി, ഇരുള നൃത്തം കാണാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് എല്ലാവരും കൂടി എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. ഡാൻസ് എങ്ങനെയുണ്ട്? ചേട്ടന്മാരുടെ ഡാൻസ് എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെയൊക്കെ അവര് കളിച്ചോ? എന്നിട്ട് ഫസ്റ്റ് അടിക്കോ? ചോദിച്ചോക്കെ. ഫസ്റ്റ് അടിക്കും ഉറപ്പാ, ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? ടീച്ചർക്ക് എന്ത് തോന്നുന്നു ഇവരുടെ? നല്ല പെർഫോമൻസ് ആയിരുന്നു കുട്ടികളുടെ, നന്നായിട്ട് ചെയ്തു. അപ്പൊ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മളെ കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ കുട്ടികളും അധ്യാപകരുമാണ്. ഇപ്പം ഈ വർഷം ആദ്യമായിട്ടാണ് ഈ ഗോത്രവർഗ്ഗ കലകൾ ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമ്മളത് അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾ ST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളാണിത്. അപ്പോൾ മെജോറിറ്റി നമ്മുടെ കുട്ടികൾ ഇരുള വിഭാഗത്തിലുള്ള കുട്ടികൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കുട്ടികൾക്ക് നല്ല പ്രാക്ടീസ് കൊടുക്കുകയും
അപ്പോൾ ഇവർ ആദ്യം ജില്ല വരെ ഇവർ തനിയെയാണ് പ്രാക്ടീസ് ചെയ്ത് കളിച്ചത്. പിന്നെ സംസ്ഥാനത്ത് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ അട്ടപ്പാടിയിലുള്ള തന്നെ ബാലൻ മാഷ് സാറ് കൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിശീലനം കൂടി കൊടുത്തു. പിന്നെ നമ്മുടെ സ്കൂൾ മുഴുവനും നമ്മുടെ സ്കൂളിൽ നിന്ന് 2 ടീം മത്സരിക്കുകയാണ്. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഉണ്ട്. നാളെയാണ് ഹൈസ്കൂൾ മത്സരം. അപ്പോൾ നമ്മുടെ അധ്യാപകരും കുട്ടികളും എല്ലാവരും അപ്പോൾ ഒരു സ്കൂൾ ഒന്നടങ്കം നമ്മൾ കൂടെ വന്നേക്കാണ്. ഒരു സ്കൂളിലെ HM-ഉം ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും ആദ്യമായിട്ടായിരിക്കും ഒരു പ്രോഗ്രാം കാണാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എത്തുന്നത്. അതെ, തീർച്ചയായിട്ടും. അവരെ പരിശീലിപ്പിച്ച മാഷാണല്ലേ ഇത്? മാഷിന്റെ പേരെന്താ? എൻ്റെ പേര് ബാലൻ. ഞാൻ ഒരു 30 കൊല്ലമായിട്ട് ഒരു കലാസമിതി വെച്ചിട്ട് ഒരു 30 ട്രൂപ്പ് വെച്ചിട്ട് 30 ആൾക്കാർ വെച്ചിട്ട് ഞങ്ങൾ പുറമേ പോകുന്നുണ്ട്. പിന്നെ കേരളത്തിൻ്റെ ഉള്ളിൽ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു അവസരം കിട്ടിയപ്പോൾ ഇരുളാ നൃത്തം പുറലോകം അറിയാത്ത നൃത്തമാണ്. അപ്പോൾ അത് ഈ കൊല്ലം തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി കുറേ ടീമുകൾ ഉണ്ടാവും. അതിന് എല്ലാവർക്കും ഒരു ആശ്വാസമുണ്ട്. അപ്പൊ അനിയന്മാരും ടീച്ചേഴ്സും സ്കൂളിൽ നിന്ന് എല്ലാരും നിങ്ങളുടെ പ്രോഗ്രാം കാണാൻ വേണ്ടിട്ട് വന്നിട്ടാണല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത്ര ആൾക്കാര് നിങ്ങളുടെ ഡാൻസ് കാണാൻ വന്നപ്പോ? വളരെ സന്തോഷമുണ്ട്. നിന്നെ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടേന്നല്ലോ. അല്ല, വളരെ സന്തോഷമാണ് എല്ലാരും കാണാൻ വന്നതിൽ. പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ? ഞങ്ങക്ക് കാണാൻ പറ്റിയില്ല. നിങ്ങളല്ലേ സ്റ്റേജിൽ കയറി കളിച്ച, അപ്പൊ നിങ്ങൾ എങ്ങനെ കാണും? ഞാൻ ബാക്കി പറയട്ടെ. ഞങ്ങള് നന്നായിട്ട് കളിച്ചെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. പിന്നെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടിപൊളിയായി തന്നെ കളിച്ചു ഞങ്ങള്. പിന്നെ നിങ്ങൾക്ക് നേരത്തെ അറിയുന്ന ആൾക്കാരായിരിക്കും ഈ ഇരുള നൃത്തത്തിനെ പറ്റി. അപ്പൊ അത് സ്റ്റേജിലേക്ക് വന്നപ്പോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അതിന്റെ സ്റ്റേജ് ഫിയറിന്റെ ഇതുണ്ട്, സ്റ്റേജ് ഫിയർ. അപ്പോൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ അവിടെ നിന്ന് കളിക്കുന്നതാണ്. പിന്നെ ഇവിടെയും വന്ന് കളിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയ്ക്കും വളരെ സിമ്പിളായിരുന്നു കളിക്കാൻ. അപ്പൊ ചേട്ടന്മാരുടെയും സ്റ്റുഡൻസിന്റെയും ഒക്കെ പ്രോഗ്രാം കണ്ട് ടീച്ചേഴ്സും ഇവിടുത്തെ സ്റ്റുഡൻസും ഒക്കെ ഹാപ്പി ആയിരിക്കാണ് അല്ലേ? പവർ പോരാ, കുറച്ചുകൂടെ. കലോത്സവം എങ്ങനെയുണ്ട്? നിങ്ങൾ ആദ്യമായിട്ടാണോ സ്റ്റേറ്റ് കലോത്സവം കാണുന്നത്? വേറെ ലെവലല്ലേ? അനുശ്രീ കളപ്പുരയ്ക്കൽ, ന്യൂസ് 18. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. GTech ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. നമുക്കിനി വിശേഷ ദിവസങ്ങളിൽ ന്യൂസ് 18 പ്രേക്ഷകർക്കൊപ്പം ചേരാം. ചില പ്രേക്ഷകരുടെ പ്രത്യേക ദിവസമാണ് ഇന്ന്. അതിലേക്ക് തൃശൂർ മഴുവഞ്ചേരിയിലുള്ള അരുണിൻ്റെയും രാഖിയുടെയും മകളായ നൈറയുടെ 2ാം പിറന്നാളാണ് ഇന്ന്. നൈറയ്ക്ക് എല്ലാ പിറന്നാൾ ആശംസകളും നേരുന്നു. ഒപ്പം അടിച്ചുപൊളിച്ച് ഈ ദിവസം ആഘോഷിക്കുക. സുന്ദരി കുട്ടിയാണ് നൈറ. നൈറയ്ക്ക് എല്ലാ ആശംസകളും. ഖത്തറിൽ താമസിക്കുന്ന തൃശൂർ കുമരനല്ലൂർ സ്വദേശികളായ രജീഷ് മേഘ ദമ്പതികളുടെ മകൻ ധ്രുവരാജ് പാണ്ഡാരിയുടെ 3ാം പിറന്നാളായിരുന്നു ഇന്നലെ. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ധ്രുവരാജ്. ഇതുപോലെ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് 9346975748 എന്ന നമ്പറിലേക്ക്. സ്പെഷ്യൽ ഡേ, പേര്, ഫോൺ നമ്പരും എന്താണ് വിശേഷ ദിവസം അത് കൂടി ചേർത്ത് നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ന്യൂസ് 18 പങ്കുവെക്കും. കണ്ണൂർ കൊളവള്ളൂരിൽ തെരുവ് നായയെ കണ്ട് ഭയന്നോടി കിണറ്റിൽ വീണ് മരിച്ച 9 വയസ്സുകാരൻ മുഹമ്മദ് അഫ്സലിന്റെ പോസ്റ്റ്മോർട്ടം ഇന്നലെയാണ് നിർമ്മാണത്തിലിരുന്ന വീടിന്റെ മുറ്റത്തെ മറയില്ലാത്ത കിണറ്റിലേക്ക് കുട്ടി വീണത്. കളിച്ചു മടങ്ങി വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. നായക്കൂട്ടത്തെ കണ്ട് കുട്ടികൾ ചിതറി ഓടുകയായിരുന്നു. KV ബൈജു ശരിയാണ്. ബൈജു, ദാരുണമായ സംഭവമാണ്, ദുഃഖകരമായ ഒരു സംഭവമാണ്. ഈ പ്രദേശത്ത് നായശല്യം കാര്യമായി ഉള്ള സ്ഥലമാണോ?
രഞ്ജിത്തെ, തീർച്ചയായും അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ്. സംസ്ഥാനത്ത് തെരുവ് നായ ശല്യം ഒരു തരത്തിലും കുറയുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ ഉണ്ടായത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൂവക്കുന്ന് ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി മുഹമ്മദ് ഫസലാണ് ഇത്തരത്തിൽ തെരുവ് നായയെ കണ്ട് ഭയന്നോടിയപ്പോൾ ആൾമറയില്ലാത്ത ഒരു കിണറ്റിൽ വീണ് ഇങ്ങനെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ കുട്ടികൾക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് ഈ തെരുവ് നായ ഈ പ്രദേശത്തെത്തിയതും പിന്നീട് ഈ കുട്ടികളെല്ലാം പലയിടത്തേക്കായി ചിതറോടുകയായിരുന്നു. വൈകിട്ട് രാത്രി 7 മണിയോടുകൂടി ആയിട്ടും ഈ ഫസലിനെ കാണാത്തതിനെ തുടർന്ന് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ കിണറ്റിനകത്ത് ഈ കിടക്കുന്നത് കണ്ടത്. അതായത് 5 മണിക്കാണ് ഈ സംഭവം നടന്നത്. 8 മണിക്കാണ് ഫസലിനെ ഈ കിണറ്റിൽ ഇത്തരത്തിൽ കാണുന്നത്. ഏകദേശം 3 മണിക്കൂറോളം ഈ കുട്ടി കിണറ്റിനകത്ത് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും ഈ സംഭവത്തിൽ ഈ പ്രദേശത്തൊക്കെ വലിയ തോതിൽ തെരുവ് ശല്യമുണ്ട്. അത് നാട്ടുകാർ തന്നെ നേരത്തെ പഞ്ചായത്തോടൊക്കെ പരാതിപ്പെട്ടതാണ്, പക്ഷെ പരിഹാരമുണ്ടായില്ല എന്നാണ് പറയുന്നത്. ഈ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ഉണ്ട്. അല്പസമയത്തിനകം മറ്റു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കും. ചേലക്കാട് മത്തത്തു ഉസ്മാന്റെയും ഫൗസിയുടെയും മകനാണ്, ഒരു സഹോദരിയാണുള്ളത്, ആൽഫ ഫാത്തിമ. രഞ്ജിത്ത്. ശരി, KV ബൈജു വിവരങ്ങൾ പങ്കുവച്ചു. രാവിലെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. വാർത്തകൾ News 18-ൽ തുടരും. നമസ്കാരം.